നമുക്ക് തമ്മിൽ മുൻ വ്യക്തിപരമായ പരിചയമില്ലെങ്കിലും ഇന്ന് ഈ മീറ്റിംഗിലേക്ക് എന്നെ ക്ഷണിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. इस प्रकार पासवान ने कहा कि हम आपस में जानते नहीं हैं, फिर भी इस प्रकार जूम के मीटिंग में मुझे निमंत्रण दिया है, इसलिए मैं धन्यवाद करती हूँ. ചർച്ചിന്റെ ശുശ്രൂഷകനായി സേവനം അനുഷ്ഠിക്കുമ്പോൾ തന്നെ ഈ കാലഘട്ടത്തിൽ ദൈവത്തിന് വേണ്ടി അത് ശക്തിയോടുകൂടി ഉപയോഗിക്കപ്പെടുവാൻ തക്കവണ്ണം എല്ലാവരെയും ദൈവം ഒരുപോലെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാരംഭത്തിൽ തന്നെ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. कलीसिया के सेवक होते समय ही परमेश्वर उसके नाम की महिमा के कारण कलीसिया को और पासवान को सबको उपयोग करे के मैं शुरुआत में ही इच्छा रखती हूँ, कामना करती हूँ. സുരേഷ് അവർകൾ തന്റെ കുടുംബം ചർച്ചിലെ എല്ലാ മെമ്പേഴ്സിനും ഒരിക്കൽ കൂടി ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള വന്ദനത്തെ അറിയിച്ചുകൊണ്ട് ഞാനൊരു വേദഭാഗ ചിന്തയിലേക്ക് കടന്നു പോകുന്നു. सुरेश पास्टर और उनके परिवार, कलीसिया के हर एक भाई बहन और उनके परिवार को यीशु मसीह के नाम पे मेरा वंदन देते हुए शुरुआत में एक वचन की ओर मैं जाना चाहती हूँ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം. ദ ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 3 വേഴ്സ് 8. ഞാൻ നിന്റെ പ്രവൃത്തിയെ അറിയുന്നു, ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എന്റെ വചനം കാത്തു, എന്റെ നാമം നിഷേധിച്ചില്ല. मैं तेरे कामों को जानता हूँ, देख मैंने तेरे सामने एक द्वार खोल रखा है जिसे कोई बंद नहीं कर सकता. कि तेरी सामर्थ्य थोड़ी सी है और तूने मेरे वचन का पालन किया है और मेरे नाम का इनकार नहीं किया. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന്റെ ദാസനായ യോഹന്നാൻ പത്മോസിന്റെ ഏകാന്തതയിൽ കിടക്കുമ്പോഴും ആ ഏകാന്തതയും ഒറ്റപ്പെടുത്തലുമൊന്നും തന്നെ യാതൊരുവിധ രീതിയിലും തകർക്കുന്നില്ല, തളർത്തുന്നില്ല. परमेश्वर का सेवक यूहन्ना पत्मोस के टापू में अकेलेपन की अवस्था में रहने के बावजूद उसके उस अकेलेपन की अवस्था उसे निराश नहीं कर रहा है, उसे कमजोर नहीं बना रहा है. ക്ഷീണിച്ചു പോകേണ്ട സാഹചര്യമാണ്, തളർന്നു പോകേണ്ട സാഹചര്യമാണ്, വേദനാജനകമായ സന്ദർഭത്തിൽ കൂടെ പോകുന്ന ദിനരാത്രങ്ങളാണ്. പക്ഷേ ക്ഷീണിച്ചു പോകേണ്ട സാഹചര്യത്തിന് പകരം താൻ ആത്മവിവശതയിലാകുകയാണ്. और इस प्रकार निराश होने की अवस्था है, अकेलेपन की अवस्था में दर्दनाक की अवस्था है और इस प्रकार टूटने की अवस्था होने के बावजूद, परिस्थितियां आने के बावजूद परमेश्वर के दिन में वो आत्मा की भरपूरी में रहते हुए हम देखते हैं. ആത്മവിവശതയിലാകുന്ന യോഹന്നാൻ പിന്നീട് നമ്മൾക്ക് കാണാൻ കഴിയുന്നത് 7 സഭകളുടെ ദൂതന് എഴുതുന്നതാണ്. और आत्मा से भरपूरी उस यूहन्ना को हम बाद में देखते हैं कि 7 कलीसिया को स्वर्गदूत के द्वारा उस दर्शनों को देख रहा है. നമ്മൾ ഇന്ന് വായിച്ചത് ഫിലദൽഫിയ സഭയുടെ ദൂതന് എഴുതുന്ന ആമേൻ സ്തോത്രം ഒരു ഭാഗമാണ്. ഈ ഫിലദൽഫിയ സഭയെ പറ്റി പറയുമ്പോൾ ഹല്ലേലൂയ, അങ്ങനെ എടുത്തു പറയത്തക്ക രീതിയിലുള്ള യാതൊരുവിധ ലോകക്കാരുടെ മുമ്പിൽ അങ്ങനെ പ്രോമിനന്റ് ചെയ്ത് കാട്ടേണ്ട രീതിയിലുള്ള ഒരു യോഗ്യതകളും ഇല്ലാത്ത ഒരു പാവപ്പെട്ട കൂട്ടം വന്ന് ആരാധിക്കുന്ന ഒരു സഭയാണ് ഫിലദൽഫിയ സഭ എന്ന് പറയുന്നത്. अभी हमने जो पढ़ा संदेश जो है फिलडेल्फिया की कलीसिया का संदेश है और उस कलीसिया को इस प्रकार उठा के कहने के लिए कोई खासियत या महत्व इस प्रकार नहीं है. एक झुंड मिलकर, साधारण झुंड मिलकर परमेश्वर की आराधना करने वाले कलीसिया है. നമ്മുടെ ഇന്നത്തെ ഒരു ഭാഷയിൽ പറയുകയാണെങ്കിൽ അങ്ങനെ വലിയ ക്രൂസൈഡ് നടത്തിയോ വലിയ കൺവെൻഷൻ നടത്തിയോ അല്ലെങ്കിൽ ഹല്ലേലൂയ ഒത്തിരി വലിയ ദൈവദാസന്മാർ കയറിയിറങ്ങിയ യാതൊരുവിധ ചരിത്രമോ പാരമ്പര്യമോ ഒന്നും പറയാനില്ലാത്ത ഒരു കൂട്ടം പാവപ്പെട്ട ജനങ്ങൾ വന്ന് ആരാധിക്കുന്ന ഒരു ദൈവസഭ. और इस प्रकार आज के युग के अनुसार बताएं तो एक बड़ी कन्वेंशन या इस प्रकार बड़ी सभाएं चलाने की कोई योग्यता या उस प्रकार की बातें नहीं है उस कलीसिया में. और एक छोटा सा साधारण सा झुंड मिलकर परमेश्वर की आराधना करने वाला एक झुंड और एक कलीसिया है करके हम देख सकते हैं. പക്ഷെ ലോകത്തിന് മുൻപിൽ ഒരു ആമേൻ സ്തോത്രം എടുത്തു പറയത്തക്ക രീതിയിലുള്ള യാതൊരുവിധ സവിശേഷതകളും ലോകത്തിന് മുൻപിൽ ഇല്ലെങ്കിലും ദൈവം ആ സഭയെ നോക്കി പറയുന്നു, ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. संसार के सामने बोलने लायक कोई योग्यता और श्रेष्ठता नहीं होने के बावजूद परमेश्वर उस कलीसिया को देखकर कहता है कि मैं तेरे सामने एक द्वार खोल रखा हूं जिसे कोई बंद नहीं कर सकता है. എന്തുകൊണ്ട് ആ വാതിൽ ആർക്കും അടച്ചുകൂടാ? കാരണം അത് തുറന്നത് സ്വർഗമാണ്, അത് തുറന്നത് ജീവിക്കുന്ന ദൈവമാണ്. स्वर्ग ने उस द्वार को खोलने के कारण, जीवन परमेश्वर ने इस रास्ते को, उस द्वार को खोलने के कारण कोई भी उस द्वार को बंद नहीं कर सकता है.
ആരാണ് ദൈവം? അവൻ വിശുദ്ധവാനാണ്, അവൻ സത്യവാനാണ്, ദാവീദിന്റെ താക്കോൽ കയ്യിലുള്ളവനാണ്, ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ചെയ്യുവാൻ കഴിവുള്ള ഏക സത്യ ദൈവമാണ് ഈ വാതിൽ തുറക്കുന്നത്. और इस परमेश्वर कौन है? ये जीवित परमेश्वर है, सच्चा परमेश्वर है, विश्वास योग्य परमेश्वर है, दाऊद के संतान के उस कुल में पैदा हुआ उस मसीह, वो इस प्रकार जो वो खोलता है उसे कोई बंद नहीं कर सकता है, वो जो बंद करता है उसे कोई खोल नहीं सकता है. इस प्रकार सामर्थ्य परमेश्वर ने इस द्वार को खोल रखा है. ശ്രദ്ധിക്കുക, പ്രാരംഭത്തിൽ തന്നെ സഭയോട് ദൂത് കൈമാറുന്നു. ദൈവം തുറന്ന വാതിലാണെന്ന് കുഞ്ഞ് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ അതിനെ അടയ്ക്കുവാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയത്തില്ല. ध्यान दीजिए, शुरुआत में परमेश्वर संदेश पहुंचा रहा है कि अगर परमेश्वर ने रास्ता खोला है, परमेश्वर ने द्वार खोला है, तो उस द्वार को संसार की कोई भी ताकत बंद नहीं कर सकती है. എത്ര പേർ വിശ്വസിക്കുന്നു എന്റെ മുമ്പിൽ ദൈവം ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു, അത് അടയ്ക്കുവാൻ ഓരോ പൈശാചിക മണ്ഡലത്തിനും കഴിയത്തില്ലെന്ന്? कितने जन इस बात को यकीन करते हैं कि मेरे सामने परमेश्वर ने एक द्वार खोल के रखा है और कोई भी शैतान की सामर्थ्य उसे बंद नहीं कर सकती है. ഇനി അതിന്റെ സെക്കൻഡ് പാർട്ടിലേക്ക് വരിക. എന്തുകൊണ്ട് ദൈവം ഒരു വാതിൽ തുറന്നു എന്നുള്ളതാണ്. ഹല്ലേലൂയ. അതിന്റെ ഉത്തരം നമ്മൾ വായിച്ച ഭാഗത്തിന്റെ ആദ്യ ഭാഗത്തു തന്നെ കിടപ്പുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എന്റെ വചനം കാത്തു, എന്റെ നാമം നിഷേധിച്ചില്ല. और अब भी हम उस वचन के दूसरे भाग की ओर आएंगे कि क्यों परमेश्वर ने एक द्वार खोल रखा है. उसका अर्थ, उसका कारण हम उस वचन में पढ़ते हैं कि तेरी सामर्थ थोड़ी सी है और तूने मेरे वचन का पालन किया है. നീ എന്റെ വചനം കാത്തു, എന്റെ നാമം നിഷേധിച്ചില്ല എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് എന്റെ നാമത്തെ തള്ളിപ്പറയത്തക്ക രീതിയിലുള്ള പല കാര്യങ്ങളും നിന്റെ മുമ്പിൽ അണിനിരുന്നു. എന്റെ വചനത്തെ പിറകിലെറിഞ്ഞു കളയത്തക്ക രീതിയിലുള്ള പല നിർബന്ധങ്ങളും പല സാഹചര്യങ്ങളും നിന്റെ മുമ്പിൽ ഒരുങ്ങി. എന്നിട്ടും നീ എന്റെ വചനത്തെ കാത്തു, എന്റെ നാമത്തെ ചേർത്തുകൊണ്ടു. तूने मेरे वचन का पालन किया और मेरे नाम को इनकार नहीं किया. अर्थात जब तेरे जिंदगी में मेरे वचन के विरुद्ध जाने की अनेक बातें और प्रतिकूल अवस्थाएं आने के बावजूद तू मेरे वचन को पालन किया और मेरे नाम को इनकार नहीं किया. എന്തിനാ പ്രാർത്ഥിക്കുന്നത്, എന്തിനാ ആരാധിക്കുന്നത്, എന്തിനാ ഈ വചനത്തെ ചേർത്ത് പിടിക്കുന്നത്, ഈ നാമത്തെ തള്ളിപ്പറഞ്ഞുകൂടെ, എന്തിനാ ഇങ്ങനെ കൈകൊട്ടി പാടാൻ ആരാധിക്കാനൊക്കെ പോകുന്നത്, എന്തിനാ ഈ കൂട്ടത്തിൽ വന്നു പെട്ടെന്നൊക്കെയുള്ള ഒത്തിരി ചോദ്യങ്ങൾ ഉള്ളപ്പോഴും അതൊന്നും കാര്യമാക്കാതെ ഈ സത്യത്തെ ചേർത്തു നിർത്തുന്നവർക്ക് വേണ്ടി സ്വർഗം ഒരു വാതിൽ തുറക്കാൻ പോകുകയാണ്. और क्यों प्रार्थना करते हैं, क्यों वचन पढ़ते हैं और क्यों इस प्रकार इस झुंड से मिलकर आप जाते हैं, जब जिंदगी में इस झुंड के साथ मिलकर जाने के लिए अनेक सवाल आने के बावजूद आप इस वचन को अपने दिल के साथ लगाकर क्यों आगे बढ़ते हैं? और इस प्रकार आगे बढ़ने वालों के लिए परमेश्वर एक द्वार खोलने वाला है. ദൈവമക്കളെ, എങ്ങനെയെങ്കിലും ഈ ക്രിസ്തീയ ജീവിതത്തെ കൊണ്ടുപോകുന്നവർക്ക് വേണ്ടിയിട്ടല്ല, എങ്ങനെയെങ്കിലും ഈ ആയുസ്സിൽ മാത്രം ദൈവത്തിൽ പ്രത്യാശ വെച്ചിരിക്കുന്നവർക്ക് വേണ്ടി അല്ല ദൈവം ചില പ്രവർത്തികൾ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത്. प्रियो, परमेश्वर उस प्रकार के लोगों के लिए काम नहीं करना चाहता है जो अपने हिसाब से अपने मर्जी के अनुसार कैसे भी मसीह जिंदगी में आगे बढ़ते हैं. ഈ ലോകം മുഴുവൻ ഒന്നടങ്കം ഹല്ലേലൂയ സ്തോത്രം പ്രതികൂലമായി വന്നാലും അതിന്റെ നടുവിൽ ഈ സത്യത്തിനു വേണ്ടി നിൽക്കുന്ന, ഈ അന്ത്യ കാലഘട്ടത്തിൽ എന്റെ സ്വർഗത്തിനു വേണ്ടി നിൽക്കുന്ന ഒരു ദൈവ പൈതലിന് വേണ്ടി അത്രേ എന്റെ ദൈവം കരം ചലിപ്പിക്കാൻ പോകുന്നത്. संसार पूरा हमारे विरुद्ध आने के बावजूद परमेश्वर की सच्चाई के लिए और उसकी वचन के सामर्थ्य के लिए खड़ा रहने वाले हर एक प्रजा के लिए, हर एक विश्वासी के लिए स्वर्ग खुलने वाला है. സാമ്പത്തിക നേട്ടത്തിനു വേണ്ടി ഈ ദൈവത്തെ ആരാധിക്കുന്നവരെ എനിക്കറിയാം. और इस प्रकार आर्थिक संपत्ति कमाने के लिए इस परमेश्वर की आराधना करने वालों को मैं जानता हूं. എന്തെങ്കിലും ഭൗതിക നന്മകൾക്കു വേണ്ടി ഈ ദൈവത്തെ പിൻപറ്റുന്നവരെ എനിക്കറിയാം. പക്ഷെ ഇതൊന്നുമല്ല. സ്വർഗം നോക്കുന്നത് ഹൃദയത്തെയാണ്. പരമാർത്ഥതയുള്ള ഹൃദയത്തോടു കൂടി ഈ ദൈവത്തെ ആര് സ്നേഹിക്കുന്നോ, ആര് സേവിക്കുന്നോ അവർക്ക് വേണ്ടി ചില വാതിലുകൾ വരും ദിവസങ്ങളിൽ എന്റെ ദൈവം
തുറക്കാൻ പോകുന്നു. और इस प्रकार आर्थिक बातों को संपत्तियों को कमाने के लिए इस परमेश्वर के पीछे हुए अनेक लोगों को मैं जानती हूँ, मगर स्वर्ग उस प्रकार के लोगों को नहीं चाहता है। स्वर्ग चाहता है कि खरे मन के साथ, सच्चे दिल के साथ, विश्वास योग्यता के साथ उस परमेश्वर के पीछे जो होता है उसके लिए द्वार खोलने के लिए वो सामर्थ्य है। ഇത് വിശ്വസിക്കുന്നവർ മാത്രം കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കണം. इस बात को यकीन करने वाले केवल अपने हाथों को उठाकर परमेश्वर को महिमा चढ़ाए. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 16:9 ഇങ്ങനെ വ്യക്തമായി എഴുതിയിരിക്കുന്നു, എന്റെ മുമ്പിൽ വലിയതും സഫലവുമായ ഒരു വാതിൽ തുറന്നിട്ടിരിക്കുന്നു, എതിരാളികളും പലർ ഉണ്ട്. और पहला कोरिन्थियों की पत्री 16वीं अध्याय उसकी 9वीं वचन में इस प्रकार हम पढ़ते हैं, क्योंकि मेरे लिए एक बड़ा और उपयोगी द्वार खुला है और विरोधी भी बहुत से हैं. ശ്രദ്ധിക്കുക, ദൈവം തുറക്കുന്ന വാതിലിന്റെ പ്രത്യേകത എന്താ? അത് വലിയ വാതിലാണ്, സഫലമായ വാതിലാണ്. परमेश्वर खोलने वाला उस द्वार का खासियत क्या है? वो बड़ा है और वो दूसरा वो बड़ा और उपयोगी द्वार है. പക്ഷേ ഹല്ലേലൂയ, ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ഒരു വഴി തുറന്നു കിട്ടിയാൽ, ഒരു വാതിൽ തുറന്നു കിട്ടിയാൽ, ഒരു നീരുറവ തുറന്നു കിട്ടിയാൽ, എന്തെങ്കിലും പ്രവൃത്തി വെളിപ്പെട്ടാൽ നിശ്ചയമായി എതിരാളികൾ എഴുന്നേൽക്കും. मगर एक परमेश्वर के संतान के लिए जब परमेश्वर द्वार खोलता है, एक स्रोता खुलता है, एक रास्ता उसके लिए या मार्ग खोलता है, निश्चित रूप से उसके विरोधी उसके विरुद्ध खड़ा रहता है. പക്ഷെ ഒരു ട്രൂ ഹല്ലേലൂയ സ്തോത്ര ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ ശരിക്കുമുള്ള ഒരു ദൈവ പൈതലിന്റെ ക്വാളിറ്റി എന്താണെന്ന് അറിയാമോ? ഈ എതിരിനെ ഓർത്ത്, ഈ എതിരാളികളെ ഓർത്തു സമയം ചിലവഴിക്കാനോ അതിനെ ഓർത്ത് ആകുലപ്പെടാനോ ഒരു ദൈവ പൈതലിന് ഹല്ലേലൂയ സ്തോത്രം അതിനവർ റെഡി അല്ല. ഈ ആകുലതകളൊന്നും അവർക്കൊരു ഈ എഴുന്നേൽക്കുന്ന എതിരാളികളൊന്നും അവർക്കൊരു വിഷയമേ അല്ല. मगर परमेश्वर के संतान के जिंदगी में उसके विरोधी जब खड़ा रहता है तो उस प्रकार की विपरीत परिस्थिति या विरोधी से परमेश्वर का संतान कभी निराश नहीं हो जाता है, ना कभी निडर हो जाता है. നിങ്ങൾ ശ്രദ്ധിച്ചേ, പൗലോസ് പറയുന്നത് എന്റെ മുമ്പിൽ വലിയ വാതിലാ തുറന്നിട്ടിരിക്കുന്നത്, സഫലമായ വാതിലാ തുറന്നിട്ടിരിക്കുന്നത്, പക്ഷെ എതിരാളികളുണ്ട്. പക്ഷെ ഞാൻ ആ എതിരാളികളെ ഓർത്ത് ഭാരപ്പെടുന്നില്ല, ഭയപ്പെടുന്നില്ല. കാരണം തുറന്നിട്ടിരിക്കുന്നത് ദൈവമായതുകൊണ്ട് ദൈവം സകല കാര്യങ്ങളും നോക്കിക്കൊള്ളുമെന്നുള്ള ഒരു ഉറപ്പ് പൗലോസിന്റെ ഹൃദയത്തിലുണ്ട്. हम यहाँ देखते हैं प्रेरित पौलुस कहता है कि परमेश्वर मेरे लिए एक बड़ा और उपयोगी द्वार खुला है, मगर उसके सामने विरोधी भी बहुत से हैं. मगर प्रेरित पौलुस उस विरोधी को नहीं देखता है, क्योंकि वो जानता है कि उसका भरोसा परमेश्वर पर है और उस परमेश्वर सर्वशक्तिमान उसके लिए द्वार खुला है. ഈ സമയത്തു തന്നെ ദൈവത്തിന്റെ ആത്മാവ് ചില വ്യക്തികളോട് അതിശക്തമായി പ്രവചനാത്മാവിൽ ഞാൻ സംസാരിക്കുന്നു. ചില വാതിലുകൾ ആ വാക്ക് എന്നെ ദൈവം എടുത്തു കേൾപ്പിക്കുക. ചില വാതിലുകൾ ഞാൻ നിങ്ങൾക്ക് മുൻപാകെ തുറന്നിട്ടിരിക്കുന്നു. और आज इस वचन के सामने मैं इस प्रकार परमेश्वर के उस वचन के द्वारा आपसे नबूवत करते हुए बताती हूँ कि कुछ लोगों के लिए परमेश्वर ने इस प्रकार द्वार खोल के रखा है. അതിനെ എങ്ങനെയെങ്കിലും അടയ്ക്കണമെന്നുള്ള ഹല്ലേലൂയ സ്തോത്രം ട്രയലും കാര്യങ്ങളും ഒക്കെ പൈശാചിക മണ്ഡലത്തിൽ നിന്ന് അതിശക്തമായ നിലകളിൽ ഉയരുന്നുമുണ്ട്. और उस द्वार को कैसे भी बंद करने के लिए शैतान की सामर्थ्य विरोध करते हुए और इस प्रकार उसे गिराने के लिए और निराश करने की सामर्थ्य भी उसके पीछे काम कर रहा है. പക്ഷെ അതിനെ അടയ്ക്കുവാൻ ഒരു ലോകശക്തിക്കും ദുഷ്ടശക്തിക്കും കഴിയുകയില്ല. പിന്നെ പിശാച് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് ഞാൻ പറയാം. ആ വാതിലിലേക്കുള്ള എൻട്രി, ആ വാതിലിലേക്കുള്ള പ്രവേശനത്തിന് കാലതാമസം വരുത്തുവാൻ പിശാച് പലതും ചെയ്തെന്നിരിക്കും. अगर परमेश्वर ने उस द्वार खोल रखा है, इस कारण इस संसार की कोई भी ताकत उस रास्ता को द्वार को बंद नहीं कर सकता है. मगर शैतान एक काम कर सकता है, उस द्वार के अंदर प्रवेश करने की जो बात है, जो समय है, उसका थोड़ा देरी कर सकता है, उसे थोड़ा देर कर सकता है. അതിനെ അടയ്ക്കാൻ കഴിയത്തില്ല. ഈ വചനം നിങ്ങളെ ഹല്ലേലൂയ ഇത്രയും ആമേൻ സ്തോത്ര സ്ലോയിലിൽ ഇങ്ങനെ പറയുന്നത് നിങ്ങളുടെ ഹൃദയത്തിൽ കയറണം. അതിനെ അടയ്ക്കാൻ കഴിയത്തില്ല. പക്ഷെ പ്രവേശനത്തിനുള്ള കാലതാമസം വരുത്തുവാൻ പിശാച് നോക്കിയാലോ ഹല്ലേലൂയ സ്തോത്ര തക്ക
സമയത്തു തന്നെ ദൈവം തുറന്നിട്ടിരിക്കുന്ന വാതിലിൽ കൂടുള്ള ഒരു പ്രവേശനം അനുവദിച്ച് ദേശത്തിന്റെ നടുവിൽ ചില മാന്യതകൾ ഒരുക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവാരോടൊക്കെയോ ഇന്ന് സംസാരിക്കുന്നു. और आज शाम के समय पवित्र आत्मा आपसे साफ रीति से बात कर रहा है कि इस द्वार जो परमेश्वर ने खोला है, उस द्वार को शैतान कितना भी चाहे बंद नहीं कर सकता है, मगर आप उसके अंदर प्रवेश करें उसके लिए वो देरी कर सकता है, विलंब कर सकता है, मगर उसके बावजूद परमेश्वर आपको उसके अंदर प्रवेश करने के लिए सहायता करेगा और देश की छुटकारा के लिए आपको उपयोग करने वाला है. ഞാൻ തക്ക സമയത്തു തന്നെ ആ വാതിലിൽ കൂടെ പ്രവേശിക്കോ. എനിക്ക് വേണ്ടി, എന്റെ കുടുംബത്തിനു വേണ്ടി, ഞാൻ ഈ ദൈവത്തിനു വേണ്ടി നിന്നത് കൊണ്ട് തക്ക സമയത്തു തന്നെ ദൈവം എനിക്കായി തുറന്നിട്ടിരിക്കുന്ന വാതിലിൽ കൂടെ പ്രവേശിക്കുമെന്ന് ഉറപ്പുള്ളവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കണം. मैं एकदम सही समय उस द्वार के अंदर प्रवेश करूंगा करके इस प्रकार हिराव के साथ जो आज शाम के समय है वे अपने हाथों को उठाकर परमेश्वर की स्तुति करे. ദൈവം ചോദിക്കുകയാ, ഹല്ലേലൂയ സ്തോത്രം, എന്റെ കരത്തെ ഞാൻ നീട്ടിയാൽ അതിനെ ദുർബലമാക്കുന്നതാർ. परमेश्वर इस प्रकार पूछ रहा है कि अगर मेरे हाथ को मैं लंबा करूं तो उसको कौन छोटा कर सकता है. ഞാനൊരു വാതിൽ തുറന്നിട്ടാൽ അതിനെ അടയ്ക്കുന്നതാർ. और अगर मैं एक द्वार खोल रखता हूं तो उसे कोई बंद नहीं कर सकता है. ഞാൻ അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. अगर मैं अनुकूल हूं तो प्रतिकूल कौन हो सकता है. ചില വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ വരുമ്പോൾ ഇത്തരം ചോദ്യങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കണം. എന്റെ ദൈവം എന്റെ കൂടുണ്ടെങ്കിൽ പിന്നെ പ്രതികൂലമായി നിൽക്കുവാൻ, ആ വാതിലിനെ അടയ്ക്കുവാൻ, ആ പ്രവൃത്തിയെ തടയുവാൻ ഒരൊറ്റ മനുഷ്യനോ हालेलुया ഒരൊറ്റ ശക്തിക്കോ കഴിയത്തില്ലെന്ന്. इस प्रकार की दर्दनाक अवस्थाएं जब हमारे जिंदगी में आती है, जब प्रतिकूल अवस्थाओं को सामना करना पड़ता है, तो हम अपने आप को इसी सवाल पूछे, जब मेरे परमेश्वर मेरे लिए अनुकूल रहता है तो प्रतिकूल कौन खड़ा हो सकता है. उस द्वार को परमेश्वर ने खोला है, तो उसे बंद करने के लिए किसके पास सामर्थ्य है. അപ്പൊ ഇത്രയും നേരം ദൈവം നമ്മളോട് സംസാരിച്ചത്, ദൈവം ഹല്ലേലൂയ ദൈവത്തിനു വേണ്ടി നിൽക്കുന്ന ഒരു ഹല്ലേലൂയ വ്യക്തിക്ക് വേണ്ടി ചിലത് തുറക്കാൻ പോകുന്നു, അതിനെ അടയ്ക്കുവാൻ ആർക്കും കഴിയത്തില്ല എന്നുള്ളതാണ്. इतने देर तक परमेश्वर ने हमसे इस वचन से इस प्रकार बात किया कि परमेश्वर जब कोई द्वार खोलता है तो उसे कोई बंद नहीं कर सकता है. ഇനി ഹല്ലേലൂയ സ്തോത്രം, അതിന്റെ വേറൊരു പാർട്ടിലേക്ക് ദൈവം നമ്മളെ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോവുകയാണ്. ഇനി ദൈവം സംസാരിക്കാൻ പോകുന്നത് ഹല്ലേലൂയ സ്തോത്രം, ദൈവം തന്നെ ചിലതിനെ അടയ്ക്കും. और अभी उसके दूसरे एक भाग की ओर परमेश्वर हमें ले चल रहा है. अभी परमेश्वर कुछ बातों को बंद करता है. ദൈവം തന്നെ ചില നന്മകളെ ചില കാലത്തേക്ക് അടച്ചു വെക്കും. परमेश्वर खुद कुछ भलाइयों को कुछ समय तक बंद रखता है. അങ്ങനെ വചനത്തിലുണ്ടോ? വചനത്തിലുണ്ട്. ഹല്ലേലൂയ. ഞാൻ തെളിവ് പറയാം. ആമേൻ സ്തോത്രം. ഞാൻ ആ വചനം എടുത്ത് വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല. 1 ശമൂവേലിന്റെ പുസ്തകത്തിൽ നിങ്ങൾക്കറിയാം, ഹന്നയുടെ ഗർഭപാത്രത്തെ ദൈവം അടച്ചു. और उसका सबूत क्या वचन में है, उस प्रकार के वचन है, हम देख सकते हैं. और मैं बढ़वाना नहीं चाहती हूँ. पहला शमूएल में हम देखते हैं कि हन्ना की गर्भ को परमेश्वर ने बंद कर दिया है. ഈ വചനം നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ദൂതുകളാണ്. അതുകൊണ്ട് ഈ വചനം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അവസാനം ദൈവം വെളിപ്പെടുത്തുന്ന ചില കാര്യങ്ങളെ ഹല്ലേലൂയ ഞാൻ ആത്മാവിൽ പ്രവചിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ വ്യക്തിപരമായ ദൂതുകളാണ് ഇനിയുള്ള സമയം ഞാൻ സംസാരിക്കാൻ പോകുന്നത്. और आप जरा ध्यान के साथ आप बैठने के लिए मैं विनती करता हूं, क्योंकि इन वचनों के द्वारा परमेश्वर आपसे बात कर रहा है. और आखिरी में आपके प्रति उस भविष्यवाणी की संदेश भी मैं आपसे पहुंचाने चाहती हूं. എന്തിനാ ദൈവം ഹന്നയുടെ നന്മയെ അടച്ചത്? തലമുറ എന്ന് പറയുന്നത് നന്മ തന്നെയല്ലേ? എന്തിനാ ആ നന്മയെ ദൈവം അടച്ചു വെച്ചത്? और परमेश्वर ने क्यों उस हन्ना के कोप को या बंद करके रखा? कोप जो बोलते हैं या संतान जो बोलते हैं, वो एक भलाई तो है. ആ നന്മയെ ചില കാലത്തേക്ക് ദൈവം അടച്ചു വെച്ചപ്പോൾ വീട്ടിനകത്തു നിന്നുള്ള വേദനിപ്പിക്കുന്ന അനുഭവം, പുറത്തു നിന്ന് വേദനിപ്പിക്കുന്ന അനുഭവം അവളെ ദൈവവുമായുള്ള ബന്ധത്തിലേക്ക് കൂടുതൽ 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 വഴി നയിച്ചു.
और उस जब भलाई उसके जिंदगी में रुका हुआ था, तब उस घर के अंदर से प्रतिकूल अवस्था, उसके जिंदगी में आने वाली निंदा, दर्द और दर्दनाक अवस्थाएं सब परमेश्वर के साथ उसके रिश्ते में और नजदीक आने के लिए और गहरा में जाने के लिए उस बातें उसे उसकी सहायता किया। അവൾ ഒത്തിരി പ്രാർത്ഥിച്ചു. ശരിക്കും പറഞ്ഞാൽ പ്രാർത്ഥിച്ചു എന്നുള്ള വാക്കിനേക്കാൾ ഞാൻ അതിനെ പറയാൻ ആഗ്രഹിക്കുന്നത് അവൾ ഹൃദയം കൊണ്ട് ദൈവത്തോട് ഒത്തിരി സംസാരിച്ചു. और उसने अपने जिंदगी में बहुत प्रार्थना किया, और उस प्रार्थना के शब्द से बढ़कर मैं इस प्रकार बताना चाहूंगी, उसने परमेश्वर के साथ और करीब आ गई। അവൾ ഹൃദയത്തെ ദൈവത്തിന്റെ മുൻപാകെ തുറന്നു കാണിച്ചു. ഹല്ലേലൂയ. अपने हृदय को परमेश्वर के सामने उसने खोल कर दिखाई। ആമേൻ. അവൾ അങ്ങനെ ആമേൻ സ്തോത്രം ദൈവത്തോട് ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ള ഒരു പ്രാർത്ഥന കഴിച്ച് കൃത്യം ഓരോ വർഷം തികയുന്നതിന് അകത്തു വച്ചു തന്നെ അവൾ പ്രാർത്ഥിച്ചതിനെ ദൈവം അവൾക്ക് കൊടുത്തു. और उसने परमेश्वर के सामने अपने हृदयों को खोलकर इस प्रकार प्रार्थना करने के बाद 1 साल के अंदर परमेश्वर ने उसके हृदय के कामना को पूरा कर दिया। അത് സാധാരണ ഒരു തലമുറയല്ലായിരുന്നു, മറിച്ച് ആമേൻ സ്തോത്രം ആലയത്തിൽ ശുശ്രൂഷ ചെയ്യേണ്ട പുരോഹിതന്മാരുടെ തലമുറ ദൈവത്തിന് വേണ്ടാധീനം കാണിച്ച് ദൈവത്തിന്റെ വഴിവിട്ട് ദൈവത്തിന്റെ വചനം വിട്ട് നടന്നപ്പോൾ ആമേൻ ഹന്ന പ്രാർത്ഥിച്ച് ഉളവാക്കിയതിനെ കണ്ണുനീരിനാൽ പുറത്തു കൊണ്ടുവന്നതിനെ ദൈവം ആ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തു. और वो एक साधारण पीढ़ी नहीं थी। जब याजकों के पीढ़ी जब परमेश्वर के नजरों के सामने परमेश्वर के भवन में गलत करके परमेश्वर के दृष्टि से दूर हो रहा था, तब हन्ना के प्रार्थना के सामने परमेश्वर ने अपने लिए एक पीढ़ी करके उस परमेश्वर के भवन में उपयोगी ठहरे। उस प्रकार एक आशीष परमेश्वर वहां देते हुए हम देखते हैं। ശ്രദ്ധിക്ക്, ദൈവം ചില കാലത്തേക്ക് ചിലതിനെ അടച്ചു വെച്ചാലും, ആ പദം ഞാൻ ഒന്നുകൂടി എടുത്തു പറയുകയാ, ചില കാലത്തേക്ക് ചിലതിനെ അടച്ചു വച്ചാലും ആമേൻ ആ ഒരു ടൈം പീരീഡ് ദൈവം വെക്കുന്നത് പ്രാർത്ഥന കൂട്ടാനാ, ദൈവവുമായുള്ള ബന്ധം കൂട്ടാനാ, ആരാധന കൂട്ടാനാ. അതിന്റെ ആ ഒരു സമയം കഴിയുമ്പോഴേക്ക് ചില ശ്രേഷ്ഠമായത് പുറത്തു വരുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ध्यान दीजिए, जब परमेश्वर कुछ बातों को बंद रखता है, खास करके मैं उस पद को उपयोग करना चाहती हूँ कि परमेश्वर जब कुछ बातों को बंद रखता है तो इस प्रकार हमारे नाश के लिए नहीं, हमारे नुकसान के लिए नहीं, पर परमेश्वर कुछ बातों को इस प्रकार अपने महिमा के लिए तैयार कर रहा है, और आखिरी में उस बातों को परमेश्वर अपने लिए उपयोगी ठहराने के लिए उपयोग करेगा। ചിലരോട്, എല്ലാരോടും ഞാൻ പറയുന്നില്ല, ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി സംസാരിക്കുന്നു. ഈ ദിവസങ്ങളില് ചില നന്മകൾ അടഞ്ഞു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ സമയം മുതൽ പ്രാർത്ഥന കൂട്ടിക്കോ, ആരാധന കൂട്ടിക്കോ. ദൈവം അങ്ങനെ തന്നെ പറയുന്നു. അക്ഷരാർത്ഥത്തിൽ 1 വർഷത്തിനുള്ളിൽ തന്നെ ചില ശ്രേഷ്ഠമായ നന്മകൾ ഹല്ലേലൂയ സ്തോത്ര പ്രാർത്ഥനാ വിഷയവുമായി ബന്ധപ്പെട്ട് ദൈവം പുറത്ത് കൊണ്ടുവരാൻ പോകുന്നു. सबके लिए नहीं, मगर कुछ लोगों के लिए मैं बोलता हूँ कि अगर आपके जिंदगी में कुछ भलाई आपने नुकसान कर चुका है, कुछ बातों को, कुछ भलाई के बातों को आप प्राप्त नहीं कर पा रहे हैं, तो प्रार्थना की उस मात्रा को इस सेंस से आप बढ़ा लीजिए। परमेश्वर 1 साल के उसी समय के अंदर आपके जिंदगी में उस द्वार को, उस भलाइयों को वापस देने वाला है। ഒരു വർഷം എന്നുള്ളത് ദൈവം എടുത്തു പറയുന്നു. 1 വർഷത്തിനുള്ളിൽ തന്നെ സാഹചര്യം എത്ര പ്രതികൂലമായാലും നടക്കത്തില്ലെന്ന് സകല വിധിയെഴുത്തുകൾ ഉണ്ടായിരിക്കുമ്പോൾ തന്നെ അതിന്റെ നടുവിൽ ചില ശ്രേഷ്ഠമായത് ദൈവം പുറത്തു കൊണ്ടുവരുമെന്ന് ദൈവം ഇന്ന് പകൽക്കാലം ഉറപ്പു നൽകുകയാണ്. और 1 साल उसी समय के अंदर जब प्रतिकूल अवस्थितियों में, जब बातें आपके अनुकूल नहीं होने के बावजूद, इस विपरीत परिस्थितियों के बीच में भी परमेश्वर आपके लिए बातें खोलेगा और 1 साल के अंदर आपके लिए भलाई उत्पन्न कर सकता है।
ദൈവം എന്റെ മേൽ പകർന്നപ്പെട്ടിരിക്കുന്ന ഒരു ശുശ്രൂഷയാണ് പ്രവചന ശുശ്രൂഷ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ വചനത്തിൽ കൂടാണെങ്കിലും ഇങ്ങനത്തെ പ്രൊഫസി പറയുമ്പോൾ ഹല്ലേലൂയ അത് നിങ്ങൾ റിസീവ് ചെയ്ത് നിങ്ങൾ അതിന് സ്തോത്രം പറയണം, ആമേൻ പറയണം. ദൈവിക പ്രവൃത്തി ചില കുടുംബങ്ങളുടെ നടുവിൽ ഹല്ലേലൂയ ചില ദിവസങ്ങൾക്കുള്ളിൽ ചില മാസങ്ങൾക്കുള്ളിൽ വെളിപ്പെടുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് അത്ര ശക്തമായി എന്നോട് സംസാരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ആമേൻ റിലേറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞു പോകുന്നത്. और परमेश्वर ने मुझे इस प्रकार भविष्यवाणी की उस वरदान देने के कारण मैं इस प्रकार वचन की सेवकाई के बीच में से परमेश्वर के उस वाणियों को मैं इस वचन के बीच में से आप तक मैं पहुंचा रही हूं। और जब उस वचनों को आप सुनते हैं उसे आप स्वीकार करके उसके बीच में आप परमेश्वर के नाम की महिमा करना चाहिए। और इस कारण मैं संदेशों को आपके बीच में पहुंचा रही हूं। എത്ര പേർ വിശ്വസിക്കുന്നു എന്റെ ദൈവം എനിക്ക് വേണ്ടി ചിലത് തുറക്കാൻ പോകുന്നു, ചിലത് ഒരുക്കാൻ പോകുന്നു, അതിനെ അടയ്ക്കുവാൻ ആർക്കും കഴിയത്തില്ലെന്ന് മാത്രമല്ല ഹല്ലേലൂയ സ്തോത്രം സകലരും ശ്രേഷ്ഠമെന്ന് പറയത്തക്ക രീതിയിലുള്ള ചില നന്മകൾ വരുന്ന ദിവസങ്ങളിൽ എന്റെ കുടുംബത്തിന് മുൻപാകെ വഴി തുറക്കാൻ പോകുന്നു എന്ന് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കണം. इस प्रकार यकीन कर सकते हैं और बता सकते हैं कि परमेश्वर मेरे लिए द्वार खोलने वाला है जो और कोई बंद नहीं कर सकता है। और मेरे लिए और मेरे परिवार की जिंदगी में आने वाले दिनों में परमेश्वर उस भलाई के मार्ग को, उस भलाई के द्वार को खोलने वाला है। इस प्रकार यकीन करने वाले अपने हाथों को उठाकर परमेश्वर की महिमा करें। ദൈവം തുറക്കുന്ന വാതിലിനെ അടയ്ക്കുവാൻ ആർക്കും കഴിയത്തില്ല എന്നുള്ളതിന്റെ ജീവിക്കുന്ന സാക്ഷിയാണ് ഞാൻ. और परमेश्वर जो द्वार खोलता है उसे कोई बंद नहीं कर सकता है, उस विषय के संबंध में जीवित एक गवाही मैं हूं। ദേവദാസൻ എന്റെ അനുഭവ സാക്ഷ്യം കേട്ടിട്ടുണ്ട്, മറ്റാരും കേട്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ സാക്ഷ്യം കൂടെ ചേർത്ത് പറയുവാൻ ആഗ്രഹിക്കുന്നു. परमेश्वर के सेवक मेरे गवाही को सुना है और कोई मेरे ख्याल से सुना नहीं होगा, इसीलिए वचन की सेवकाई के साथ मैं उस बातों को भी कहना चाहती हूँ। ഒരു ഹൈന്ദവ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചതും വളർത്തപ്പെട്ടതുമെല്ലാം. मेरा जन्म एक हिंदू परिवार में हुआ है। ഹല്ലേലൂയ. ഹൈന്ദവ ആചാരപ്രകാരമുള്ള എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതിന്റെ മുറയൊന്നും തെറ്റാതെ ആചരിച്ചും അനുഷ്ഠിച്ചും പോരുന്നു. और हिंदू जो हिंदू परिवार में बढ़ने की वजह से सारे बातों को और पूजा पाठ के बातों को सबको मैं उसे कोई भी बातों को नहीं चूकते हुए सही कर्म के अनुसार सारे बातों को पूजा पाठों को करते आई है। ഒരു കുഴപ്പവുമില്ലാതെ പൊയ്ക്കൊണ്ടിരുന്ന ഒരു ജീവിതം ഒരു പ്രത്യേക സാഹചര്യം എത്തിയപ്പോൾ, ഒരു പ്രത്യേക സമയം എത്തിയപ്പോൾ പ്രശ്നങ്ങൾ ഒന്നുമാറി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ആഞ്ഞടിക്കാൻ തുടങ്ങി. और बिना कोई तकलीफ के इस प्रकार अच्छे रीति से जब हमारा परिवार आगे बढ़ रहा था, तब अचानक एक समय आ गया जब प्रतिकूल की हवा हमारे परिवार के विरुद्ध इस प्रकार आने लगी। ഞങ്ങളുടെ മണ്ണ്, ഞങ്ങളുടെ വസ്തു എന്ന് പറയുന്നത് അവൻ ഒരു ശാപം പിടിച്ച വസ്തുവാണെന്നും അവിടെ ഒരു ഭവനം ഉയരത്തില്ലെന്നും, അഥവാ അവിടെ ഒരു ഭവനം വെക്കുവാൻ ഞങ്ങൾ ആരംഭിക്കുകയാണെങ്കിൽ മരണങ്ങൾ കാണുമെന്നും ഹല്ലേലൂയ സ്തോത്രം ഹിന്ദു പ്രകാരമുള്ള ജ്യോത്സ്യന്മാർ വിധി എഴുതി. और हम जिस जगह पर हमारे जो गांव है वहां जो हमारा जगह है उस जगह पे अगर हम एक मकान बनाएंगे, अगर उस मकान बन जाएगा तो उस मकान के द्वारा अनेक लोग वहां परिवार में जाएंगे। इस प्रकार हिंदू के आचार्य के अनुसार, कर्मों के अनुसार ज्योतिषों ने विधि लिखी। അവർ പറഞ്ഞതുപോലെ തന്നെ ഭവനപ്പണി ആരംഭിച്ചത് മുതൽ അനർത്ഥങ്ങൾ കാണാൻ തുടങ്ങി, മരണങ്ങൾ കാണാൻ തുടങ്ങി. और जिस प्रकार उन्होंने कहा उसी प्रकार हमारा घर का निर्माण जब से शुरू हुआ तब से अनर्थ और मृत्यु को हमने देखने लगा। സകലരും പറഞ്ഞു ഇതെന്തൊരു വസ്തു, ഇതെന്തു വീട്, ഇവിടെ താമസിക്കുവാൻ ഇവർക്ക് കഴിയത്തില്ല. ഹല്ലേലൂയ സ്തോത്രം. മൃഗങ്ങൾ ചത്തുപോകുന്നു. ആമേൻ. ഭവനത്തിന്റെ പണി ചെയ്യുവാൻ വരുന്നവർ ഞങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ മരിച്ചു വീഴുന്നു. और इस प्रकार सब लोगों ने बोला कि ये कैसे मकान है, कैसे इन लोग निर्माण कर रहे हैं, क्योंकि वहां के जो जानवर है आजू बाजू में सब मरने लगे और घर के निर्माण के लिए आए हुए लोग एक के पीछे एक इस प्रकार मरने लगे। അവസാനം എന്ത് ചെയ്യണമെന്നറിയത്തില്ല, ഏത് സ്റ്റെപ്പ് എടുത്തു വെക്കണമെന്നറിയത്തില്ല. ഹല്ലേലൂയ. ഒത്തിരി കാര്യങ്ങൾ ഇതിനിടയ്ക്ക് പറയാനുണ്ട്, എല്ലാം കൂടെ പറയാൻ പറ്റത്തില്ല. ഹല്ലേലൂയ സ്തോത്രം. എല്ലാറ്റിനും കൂടെ പ്രതിവിധിയായി, എല്ലാറ്റിനും കൂടെ സൊല്യൂഷൻ എന്ന വണ്ണം ഞങ്ങൾ ആത്മഹത്യ ചെയ്യുവാൻ തീരുമാനിച്ചു.
और इस प्रकार किस प्रकार आगे बढ़ना है करके हम नहीं जानते थे, और हम क्या करें करके अगला कदम किस प्रकार आगे रखे करके भी हम नहीं जानते थे। मगर हम सारे सारे बातों को यहाँ बताने का समय नहीं है, मगर हमने साथ में सोचा कि हर बात का एक ही उपाय है कि हमने निर्णय लिया कि हम साथ में आत्महत्या करेंगे। അങ്ങനെ ഹല്ലേലൂയ മരിക്കണമെന്നുള്ള ഉറച്ച തീരുമാനത്തോടുകൂടി എന്റെ മാതാപിതാക്കൾ ഞങ്ങളെയും കൊണ്ട് ഹല്ലേലൂയ ഒരു രാത്രി ഞങ്ങളുടെ വീട്ടുമുറ്റത്തിരിക്കുമ്പോൾ ഞങ്ങളുടെ ഭവനത്തിന് 2 ഭവനം അപ്പുറം മാറി ഒരു ക്രിസ്ത്യൻ ഭവനത്തിൽ ഒരു പ്രാർത്ഥന നടക്കുകയായിരുന്നു. इस बार एक रात को जब मेरे माता पिता हमारे साथ आत्महत्या करने की उस निर्णय के साथ हमारे घर के बाहर आंगन में बैठे थे, तब हमारे घर के 2 घर बाजू में तीसरा घर में एक मसीह परिवार में वहां एक प्रार्थना की सभा चल रही थी। നേരത്തെയും അവരുടെ വീട്ടുകളിൽ പ്രാർത്ഥനകൾ നടന്നിട്ടുണ്ട്. പക്ഷെ ക്രിസ്ത്യാനികളുടെ പ്രാർത്ഥനകൾ ഞങ്ങൾ ശ്രദ്ധിക്കത്തില്ല, ഞങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. കാരണം ക്രിസ്തു ക്രിസ്ത്യാനികളുടെ മാത്രം ദൈവം എന്നുള്ള ഒരു തെറ്റിദ്ധാരണയായിരുന്നു അന്ന് ഞങ്ങൾക്കുണ്ടായിരുന്നത്. इसके पहले भी वहां प्रार्थना की सभाएं चलती थी, मगर हम उस प्रार्थना सभाओं में ध्यान नहीं देते थे, उनके प्रार्थना को हम इस प्रकार सुनते भी नहीं थे, क्योंकि हमारे अंदर इस प्रकार एक गलत विचार था कि मसीह जो है वो मसीह जनों का प्रभु है और वो केवल मसीह जनों के लिए ही आया है। പക്ഷെ അന്ന് രാത്രി ഞങ്ങൾ ആ പ്രാർത്ഥന ശ്രദ്ധിക്കാൻ കാരണം ഞങ്ങൾ വളരെ ഭാരത്തിലിരിക്കുക. നാളെ നേരം പുലരുമ്പോൾ ഹല്ലേലൂയ മരിക്കണം എന്നുള്ള ചിന്തയോടുകൂടി ഇരിക്കുക. ഒരു വിഷക്കുപ്പിക്കോ അല്ലെങ്കിൽ ഹല്ലേലൂയ ഒരു തുണ്ട് കയറിലോ എങ്ങനെയെങ്കിലും ഈ ജീവിതം അവസാനിപ്പിക്കണം എന്നുള്ള സ്തോത്ര ഡിസിഷൻ എടുത്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയമായതുകൊണ്ട് അന്ന് രാത്രി ആ പ്രാർത്ഥന ഞങ്ങൾ ശ്രദ്ധിച്ചു. और इस प्रकार उस रात को हमने उस प्रार्थना सभा की बातों को ध्यान दिया, क्योंकि हम इस प्रकार निराश अवस्था में बड़ी दर्द के साथ बैठे थे, क्योंकि बोर होने से पहले हमें आत्महत्या करना था, कैसे भी जहर या कोई भी दवाई खाके या रस्सी में लटक कर इस प्रकार आत्महत्या करने की निर्णय लेकर हम बैठे थे। ആ പ്രാർത്ഥന നടത്തിയിരുന്നത് ഒരു ഉപദേശിയായിരുന്നു, ഒരു സാധു ഉപദേശി. താൻ വന്ന പ്രാർത്ഥന നടത്താൻ വേണ്ടി ആ ഭവനത്തിന്റെ മുറ്റത്ത് വന്നു. പ്രാർത്ഥിച്ചു തുടങ്ങുന്നതിന് മുമ്പ് താൻ 2 വരി പാട്ടുപാടി. और उस प्रार्थना सभा एक बेचारा परमेश्वर का सेवक चला रहा था, और एक आम परमेश्वर का सेवक जब वो प्रार्थना सभा चला रहा था, उसके शुरुआत करने से पहले 2 लाइन एक गाना उन्होंने गाया। അന്ന് അദ്ദേഹം പാടിയ ക്രിസ്തീയ ഗാനത്തിന്റെ ആദ്യത്തെ 2 വരി ഇപ്പുറത്തെ വീട്ടിൽ ആത്മഹത്യ എന്ന ചിന്തയുമായിരിക്കുന്ന എന്റെ മാതാപിതാക്കളുടെ കാതുകളിൽ വന്ന് മുഴങ്ങി. उस दिन रात को जब उन्होंने मसीह गीत जो गाया, उसके पहले 2 पंक्तियां हमारे घर के अंदर माता पिताजी जो इस प्रकार आत्महत्या करने के लिए निर्णय करके बैठे थे, उनके कानों में आ पड़ी। ആ 2 വരി പാട്ടാണ് ഇന്ന് ഞങ്ങളെ ഈ ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് നയിച്ചത്. उस गीत के 2 लाइन आज हमें इस मसीह के प्रेम की ओर ले आया, और हम इधर खड़े हैं। ആ ഗാനം ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ, കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. इस वो गीत ये था कि संभालने वाला और प्रबंध करने वाला मैं हूँ, व्याकुल क्यों होते हो, निराश क्यों होते हो, कभी भी ना मैं त्यागूंगा, कभी भी मैं आपको आपके हाथ नहीं छोड़ूंगा। ഭാരത്തോടിരിക്കുന്ന, വേദനയോടിരിക്കുന്ന, മരിക്കണമെന്നുള്ള ചിന്തയുമായി തീരുമാനമായി ഇരിക്കുന്ന എന്റെ അമ്മ അന്ന് രാത്രി ചോദിച്ചു, അങ്ങനെ കരുതുന്ന ഒരു ദൈവമുണ്ടോ? കലങ്ങണ്ട എന്ന് പറയുന്ന ഒരു ദൈവമുണ്ടോ? കണ്ണുനീരിന്റെ താഴ്വരയിൽ കൂടെ കടന്നു പോകുമ്പോൾ കൈവിടാത്ത ഒരു ദൈവമുണ്ടോ? उस गीत जब मेरे माताजी ने सुना, तो जब वो आत्महत्या और इस प्रकार की बातों को विचार करने वाले मेरे माँ के उस विचारों में, दिमाग में इस बातें आई कि क्या इस प्रकार की निराश अवस्थाओं के बीच में भी आंसुओं को पोंछने वाला और आंसुओं के तराई के बीच में से चलने के बावजूद हमारे लिए प्रबंध करने वाला एक परमेश्वर जीवित है। ഇങ്ങനെ ഒരു പിടി ചോദ്യങ്ങളുമായി താൻ പതുക്കെ നടന്നു നീങ്ങി ആ പ്രാർത്ഥനാ യോഗത്തിന്റെ ഏറ്റവും പിൻനിരയിൽ ചെന്നിരുന്നു. और इस प्रकार कुछ सवालों को अपने मन में रखते हुए मेरे माताजी धीरे धीरे उस प्रार्थना सभा में जाकर एकदम पीछे में बैठ गई।
ആ പ്രാർത്ഥനാ യോഗത്തിന്റെ ഏറ്റവും പിൻനിരയിൽ ഒരു വാഴച്ചെടിയുടെ മറവിൽ താൻ പോയിരുന്നു. എന്തിനാണ് അങ്ങനെ ഏറ്റവും ബാക്കിൽ പോയിരുന്നതെന്ന് ചോദിച്ചാൽ ആരും തന്നെ കാണാൻ പാടില്ല, കണ്ടാൽ നാണക്കേടാണ് ഞങ്ങൾക്ക്. और इस प्रकार कोई नहीं देख सके, इस प्रकार मेरे माता जी उस सभा के पीछे, सबसे पीछे जाकर एक वो केले के झाड़ के नीचे वो बैठ गए, क्योंकि और कोई देख लेंगे तो हमारे जिंदगी में, हमारे परिवार के लिए बहुत वो शर्मदायक बात है। ആ ഇരുട്ടത്ത് താൻ തന്റെ കണ്ണുകൾ ഇറുക്കി അടച്ചിട്ട് ഈ ചോദ്യങ്ങളെല്ലാം ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരുന്നു. പെട്ടെന്ന് തന്നെ ഹല്ലേലൂയ സ്തോത്രം, സമസ്ത ചോദ്യങ്ങൾക്കും മറുപടി എന്ന വണ്ണം തേജസ്സിനെ വാരി ചുറ്റിയവനായ ഒരുവൻ അന്നു രാത്രി ഇറങ്ങി. और इस प्रकार सारे सवालों को अपने मन में इस प्रकार रखते हुए मेरे माता जी अपने आंखों को बंद करके इस प्रकार वहां बैठते समय, उस सवालों को पूछते समय, महिमा में इस प्रकार तेजो में उस परमेश्वर ने सारे सवालों का जवाब के रूप में उसके सामने प्रकट हुआ। എന്റെ അമ്മ പറഞ്ഞത് എനിക്ക് ആമേൻ സ്തോത്രം വിവരിക്കാൻ അറിയത്തില്ല. ദർശനത്തിൽ കാണുന്നത് രണ്ട് കൈയുണ്ട്, രണ്ട് കാലുണ്ട്, മുഖം വ്യക്തമല്ല, തേജസ് കൊണ്ട് ഹല്ലേലൂയ ഒന്നും വ്യക്തമല്ല. താൻ ഇറങ്ങി തന്റെ കണ്ണിൽ നിന്ന് ധാരധാരയായി ഒഴുകുന്ന കണ്ണുനീരിനെ തുടച്ചു കളഞ്ഞ ഒരു ദൈവം. मेरे माता जी ने इस प्रकार वर्णन किया कि 2 हाथ है, 2 पैर है और एक सिर है, मगर उनके चेहरा दिखा है, मगर इस प्रकार तेजोमय और प्रकाशमय उस परमेश्वर उस माता जी के आंखों में से निकलने वाले आंसुओं को पोंछ रहा था। പെട്ടെന്ന് എന്റെ അമ്മ കണ്ണു തുറന്നു നോക്കിയപ്പോൾ താൻ ഇപ്പോൾ ഇരിക്കുന്നത് ആ യോഗത്തിന്റെ പിൻനിരയിലല്ല, ആ വാഴയുടെ മറവിലല്ല, മറിച്ച് ആ യോഗത്തിന്റെ ഏറ്റവും മുൻനിരയിലാണ്. और जब अचानक मेरे माता जी ने जब आंख खोलकर देखी, तब उन्होंने इस बात को पहचानी कि वो इस प्रकार उस सभा के आखिरी में नहीं बैठी है या उस केले के झाड़ के नीचे नहीं बैठी है, मगर उस सभा के एकदम आगे वो बैठी है। ഇതിനിടയ്ക്ക് വച്ച് എന്റെ അമ്മ എപ്പോഴാണ് നടന്നു നീങ്ങി ഫ്രണ്ടിൽ വന്നതെന്ന് തനിക്ക് അറിയത്തില്ല. പക്ഷേ തനിക്ക് ഒരു കാര്യം മനസ്സിലായി. ഹല്ലേലൂയ. ആ മനസ്സിലായ കാര്യം, താൻ അന്ന് ആ ദേശം കേൾക്കെ, സകല മനുഷ്യരും കേൾക്കെ, ഞങ്ങളുടെ ബന്ധുക്കൾ കേൾക്കെ, ഹല്ലേലൂയ ഉറക്ക ഒരു ലജ്ജയുമില്ലാതെ വിളിച്ചു പറഞ്ഞു, അതിതാണ് എന്റെ യേശു ജീവിക്കുന്നു. और किस प्रकार मेरे माता जी पीछे से आगे आई करके वो नहीं जानती है, मगर बिना कोई शर्माहट के बगैर, बिना कोई इस प्रकार लज्जा की अवस्था के बगैर मेरे माता जी ने इस प्रकार सारे रिश्तेदारों के सामने, देशवासियों के सामने കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഹല്ലേലൂയ ഒരു ലക്ഷ്യവുമില്ലാതെ വിളിക്കുന്നിടത്തെല്ലാം പോയി ഹല്ലേലൂയ ഇത് തന്നെയാണ് ഞങ്ങൾ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത്, എന്റെ യേശു ജീവിക്കുന്നു, എന്റെ യേശു ജീവിക്കുന്നു, എന്റെ യേശു ജീവിക്കുന്നു. पिछले कुछ सालों से बिना कोई लज्जा का हम जहां भी जाते हैं वहां इस प्रकार परमेश्वर के बारे में प्रचार करते हैं और पुकार के कहते हैं कि मेरा यीशु जीवित है। എന്റെ യേശു ജീവിക്കുന്നില്ലായിരുന്നെങ്കിൽ, എന്റെ യേശു ഇന്ന് മരിച്ച ഒരു ദൈവം മാത്രമായിരുന്നെങ്കിൽ, എന്റെ യേശു ഇന്നും ഉയർത്തെഴുന്നേൽക്കാത്ത ഒരു ദൈവമായിരുന്നെങ്കിൽ, എന്റെ യേശു ഇന്നും കല്ലറയ്ക്ക് പുറത്തു വരാത്ത ഒരു ദൈവമായിരുന്നെങ്കിൽ, ഹല്ലേലൂയ ഞങ്ങൾ 4 പേരും ഇന്ന് ഈ ഭൂമിയുടെ മുഖത്തുണ്ടാകത്തില്ലായിരുന്നു. अगर मेरा यीशु जीवित नहीं होता, अगर यीशु मेरा मृतकों में से जी उठा नहीं होता, अगर मेरा यीशु उस कब्र के अंदर से जी उठकर बाहर नहीं होता, तो हम परिवार चारों जने इस प्रकार आज जीवित नहीं रहते। എന്റെ യേശു ജീവിക്കുന്നത് കൊണ്ടാണ് ഹല്ലേലൂയ ഞങ്ങളും ജീവിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര ഭയമുള്ള വിഷയമായാലും, എത്ര ഭീതിയിൽ കൂടെ കടന്നു പോകുന്ന വിഷയമായാലും, എത്ര വേദനിപ്പിക്കുന്ന സന്ദർഭമായാലും ശരി, കേൾക്ക്, ആമേൻ, ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്, കണ്ണുനീർ തുടയ്ക്കുന്ന ഒരു ദൈവമുണ്ട്, കരം പിടിക്കുന്ന ഒരു ദൈവമുണ്ട്. और हमारे यीशु जीवित है, इस कारण आज हम भी जीवित है। कितना भी दर्दनाक अवस्थाएं आपके जिंदगी में आने पर भी, कितना भी तकलीफ और आपके विपरीत बातें उठने पर भी, हमारे हाथों को चलाने के लिए, पकड़कर थाम कर चलाने के लिए, हमारे आंसुओं को पोंछने के लिए, हमारे जरूरतों को पूरा करने के लिए एक परमेश्वर आज भी जीवित है।
വിശ്വാസത്തിൽ വന്നതിന് ശേഷം, വിശ്വാസത്തിന്റെ ആദ്യ ചുവടുകൾ എടുത്തു വെച്ചതിന് ശേഷം ഹല്ലേലൂയ പ്രതികൂലങ്ങൾ വർദ്ധിച്ചു, പ്രശ്നങ്ങൾ വർദ്ധിച്ചു, ഒരുപാട് പേരുടെ പഴി കേട്ടു, നിന്ദ കേട്ടു, ചോദ്യങ്ങൾ കേട്ടു, വിമർശനങ്ങൾ കേട്ടു. और इस प्रकार विश्वास में आने के बाद अनेक निंदाओं को सहन करना पड़ा, अनेक लोगों के सवालों को सामना करना पड़ा, अनेक प्रकार के चर्चाओं में और अनेक प्रकार के इस प्रकार लोग निंदा करने वाले, प्रचार आने वाले बातों को हमें सहन करना पड़ा. മതം മാറി, ജാതി മാറി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ ബന്ധുക്കളെല്ലാം ഞങ്ങളെ ആക്ഷേപിച്ചു. കുഞ്ഞുങ്ങളുടെ ഭാവി എന്താകും, മകളെ ആര് കല്യാണം കഴിക്കോ, എന്തായി പോകും എന്നൊക്കെ ചോദിച്ചു ഒത്തിരി 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 എന്റെ അച്ഛനെയും എന്റെ അമ്മയും ഒത്തിരി അവർ വേദനിപ്പിച്ചു. और इस प्रकार इन्होंने धर्म परिवर्तन कर लिया है, और इस प्रकार इनको कौन ध्यान रखेगा, इनके बेटी से कौन विवाह करेगा, और इस प्रकार निंदित बातों करते हुए हमारे पड़ोसियों ने और हमारे रिश्तेदारों ने मेरे माता पिता को बहुत इस प्रकार उनकी मजाक उड़ाया. ആ ചോദ്യങ്ങളുടെ എല്ലാം നടുവില് എന്റെ മാതാപിതാക്കൾ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്: വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും, കുഞ്ഞുങ്ങൾക്ക് നല്ല ഭാവി ഉണ്ടായാലും ഇല്ലെങ്കിലും, ഹല്ലേലൂയ സ്തോത്രം, എന്റെ മകളെ ആര് വന്ന് കല്യാണം കഴിച്ചില്ലെങ്കിലും ശരി, ഹല്ലേലൂയ സ്തോത്രം, ഈ വചനത്തെ ഞങ്ങൾ ചേർത്ത് പിടിക്കോ, ഈ നാമത്തോട് ഞങ്ങൾ ചേർന്ന് നിൽക്കോ, ഇനി ഈ സത്യത്തെ ഞങ്ങൾ ഉപേക്ഷിക്കത്തില്ല. उन सारे सवालों के सामने मेरे माता और पिता ने इस प्रकार जवाब दिया कि परमेश्वर हमारे लिए काम करे या ना करे, हमारे बच्चों को अच्छा भविष्य दे या ना दे, हमारे बच्चों को विवाह हो या ना हो, किसी बात पर भी हमारे साथ रहे या ना रहे, हमने इस सत्य परमेश्वर को पहचाना है, बच्चों को हम कसकर इस प्रकार पकड़ते हुए आगे की ओर बढ़ेंगे. അന്ന് എടുത്ത തീരുമാനത്തെ എന്റെ സ്വർഗം കാണാതെ പോയില്ല. അവർ അന്ന് ഒഴുക്കിയ കണ്ണുനീരിനെ എന്റെ ദൈവം തുരുത്തിയിലാക്കി വെച്ച് 1, 2, 3 എന്ന് പറഞ്ഞ് സകല ചോദ്യങ്ങൾക്കും മറുപടി എന്ന വണ്ണം അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ് ഇന്ന് ആ ദേശത്തേക്കും വെച്ച് ഏറ്റവും മാന്യമായ നിലയിൽ ഞങ്ങളുടെ കുടുംബത്തെ ദൈവം മാറ്റി. और हमने, मेरे माता पिता ने जिस निर्णय लिया, उस निर्णय को परमेश्वर स्वर्ग में से कभी अनदेखी नहीं किया. उस परमेश्वर ने 1, 2, 3 करके हर एक समस्या, हर एक सवालों का जवाब के रूप में हमें एक के पीछे एक आशीष देकर उस देश में हमें श्रेष्ठ अवस्था में परमेश्वर ला रहा है. കേൾക്ക്, എന്റെ ദൈവമാർക്കും കടക്കാരനല്ല, എന്റെ ദൈവമാർക്കും കടക്കാരനല്ല. ആര് വിവാഹം കഴിക്കുമെന്ന് ചോദിച്ച സ്ഥാനത്തും മാന്യമായ നിലയിൽ എന്നെ വിവാഹം കഴിക്കുവാൻ വേണ്ടി ഒരു യുവാവ് കടന്നു വന്നു. ഇന്ന് നമ്മൾ ഹല്ലേലൂയ ജർമ്മനിയുടെ പട്ടണത്തിൽ ആമേൻ സ്തോത്രം ഒരു മെഡിക്കൽ ഡോക്ടറായി ഹല്ലേലൂയ കുടുംബമായി ഞങ്ങൾ ഇവിടെ ആയിരിക്കുമ്പോൾ ആമേൻ സ്തോത്രം ഞാൻ പറയോ, ഇന്ന് ഞാൻ ആമേൻ അനുഭവിക്കുന്ന സകല അനുഗ്രഹങ്ങൾക്കോ ഹല്ലേലൂയ സ്തോത്ര കാരണക്കാരനായ ഒരു ദൈവമുണ്ട്. പുകഴുവാനൊന്നുമില്ല, പ്രശംസിപ്പാനൊന്നുമില്ല. बेटी से कौन बियाह करेगा करके सवाल जब उठा, परमेश्वर ने उसके लिए रास्ता खोला. आशीषदायक एक नौजवान के साथ परमेश्वर ने बड़ी सुंदर रीति से हमारे विवाह किया, और उसके बाद आज हम जर्मनी के इस शहर में हम परिवार समेत मेडिकल डॉक्टर होते हुए परमेश्वर के नाम के लिए हम ठहरे हैं, और परमेश्वर ने हमारे जिंदगी में इतना आशीष दिया है. ദൈവമക്കളെ, ഒരു ഭൗതിക നന്മയ്ക്ക് വേണ്ടിയിട്ടല്ല ഞങ്ങൾ ഈ ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയത്. സമാധാനമില്ലാതിരിക്കെ സകലരും കൈവെടിഞ്ഞ സ്ഥാനത്ത് ഹല്ലേലൂയ സകല ബുദ്ധിയും കവിയുന്ന ദൈവ സമാധാനം കൊണ്ട് നിറച്ച ഒരു ദൈവത്തെ അന്നും ഇന്നും ഒരേ തീക്ഷ്ണതയോട് കൂടി സേവിക്കുന്നത് കൊണ്ട് ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു എന്നാ പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. मैं इस बात को कहता हूं कि हमने कोई इस प्रकार आर्थिक बातों के फायदा के लिए हमने इस परमेश्वर के पीछे नहीं हुआ, मगर हम जब टूटे अवस्था में उस परमेश्वर को पुकारा, परमेश्वर ने हमें उभारा, और इस प्रकार परमेश्वर के पीछे हम होने के कारण परमेश्वर ने हमारे जरूरतों को पूरा कर कर हर एक आशीषों से हमें मालामाल करते हुए अब तक वो चलाते रहा है. അതുകൊണ്ട് ആ പ്രാരംഭത്തിൽ പറഞ്ഞത് ഹല്ലേലൂയ സ്തോത്രം, എന്തെല്ലാം വന്നാലും ആരെല്ലാം എതിർത്താലും ഈ നാമത്തെ ചേർത്ത് പിടിക്കുന്നവർക്ക് വേണ്ടി ദൈവം തുറക്കുന്ന ചില വാതിലുകൾ ഉണ്ടെന്ന്. इसलिए मैंने शुरुआत में कहा कि कोई भी हमारे विरोध क्यों ना आए, हमारे विपरीत परिस्थितियों के बीच में भी कुछ परमेश्वर ने जो रास्ता खोला है, उस रास्ता खोलने के बीच में अगर हम परमेश्वर के वचन को इस प्रकार थामते हुए रहेंगे, कोई भी उस रास्ता को बंद नहीं कर सकता है.
ഹല്ലേലൂയ. എല്ലാവരും ചോദിക്കാറുണ്ട് എന്തിനാ ഇങ്ങനെ പ്രസംഗിക്കുന്നത്? ആമേൻ. മാന്യമായ ഒരു വിദ്യാഭ്യാസമില്ലേ? അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ അങ്ങ് പോയാ പോരെ? എന്തിനാ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത്? ഞാൻ പറയോ, ക്രിസ്തുവിനെ പ്രസംഗിക്കാതിരിപ്പാൻ, ക്രിസ്തുവിനോട് കൂടെ ചേർന്ന് നിൽക്കാതിരിക്കാൻ എനിക്ക് കഴിയത്തില്ല. കാരണം രക്തസ്രാവക്കാരിയായ സ്ത്രീയെ ദൈവം തൊട്ടു സൗഖ്യമാക്കി എന്നുള്ളത് വചനത്തിൽ നിന്ന് വായിച്ചു പ്രസംഗിക്കേണ്ട കാര്യം എനിക്കില്ല. കാരണം ഹല്ലേലൂയ സ്തോത്രം, അതേ ഒരു സാക്ഷ്യത്തിനുടമയാണ് ഞാനും. और इस प्रकार लोग मुझसे सवाल करते हैं कि आपके पास अच्छा विद्या है, आपने अच्छा पढ़ाई किया है, तो फिर इस यीशु के बारे में प्रचार करते हुए क्यों इस प्रकार करना है? मगर मैं उनको जवाब देती हूँ, मुझे इस प्रकार परमेश्वर ने जिसने मुझे बनाया है उसके बारे में प्रचार करना है, क्योंकि उसने मुझे चलाया है। और जिस प्रकार हम जानते हैं कि उस लहू की बीमारी से पीड़ित उस स्त्री को जब मसीह ने चंगा किया, उसके बारे में हमें मुझे पढ़कर प्रचार करने की जरूरत नहीं है, क्योंकि उस प्रकार के एक अवस्था से गुजरा हुआ व्यक्ति हूं मैं। വിശ്വാസത്തിൽ വന്ന് അധിക നാളുകൾ കഴിയുന്നതിന് മുൻപേ ഒരു മാരക രോഗം എന്നെ കയറി പിടിച്ചു. और विश्वास में आने से अधिक समय होने से पहले ही एक भयानक बीमार मुझे पकड़ लिया। ഹല്ലേലൂയ. ഞാൻ ഈ സാക്ഷ്യം പറയുന്നത്, അവൻ സ്തോത്രം, ഈ ഒരു സാക്ഷ്യം ഞാൻ ഇന്ന് പറയണം എന്ന് വിചാരിച്ചതല്ല. എന്റെ സാക്ഷ്യം ഞാൻ പറയണം എന്ന് വിചാരിച്ചു. പക്ഷെ ഇപ്പോൾ ഞാൻ ഈ പറയാൻ പോകുന്ന ഒരു സംഭവം ഞാൻ പറയണമെന്ന് വിചാരിച്ചല്ല. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് എന്നെ നിർബന്ധിക്കുന്നു. എനിക്ക് ഉറപ്പുണ്ട് ചില സൗഖ്യങ്ങൾ ഇന്ന് രാത്രികാലം ദൈവം ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. आज शाम के समय मेरे गवाही को बताना चाही थी, मगर इस प्रकार इस घटने को जो भी मैं बोलने वाला हूँ, उस घटना में बोलने के लिए चाहा नहीं था, मगर परमेश्वर की आत्मा मुझे इस प्रकार जबरदस्ती कर रहा है, इसलिए मैं बताना चाहती हूँ। और मैं विश्वास करती हूँ कि इस गवाही के द्वारा कुछ लोग परमेश्वर के उस धारा को महसूस करने वाले हैं। എന്റെ രോമകൂപത്തിൽ നിന്ന് രക്തത്തുള്ളികൾ പൊന്തി വന്ന് ഞാൻ ഹല്ലേലൂയ ഏതു ഡ്രസ് ഇട്ടാലും ആ ഡ്രസ്സിൽ കയറി ആ രക്തത്തുള്ളികൾ പിടിച്ച് ഹല്ലേലൂയ ആ ഡ്രസ് എല്ലാം ബ്ലഡ് കൊണ്ട് നിറയുന്ന ഒരു അവസ്ഥയായിരുന്നു എനിക്ക്. और मेरे शरीर के अंदर इस चमड़े के ऊपर जो बाल है उसके अंदर से इस प्रकार लहू बहने के वजह से मैं जो भी कपड़ा पहनता हूँ उस सारे कपड़ा इस प्रकार लहू से ढापा जाता था। മെഡിക്കൽ സയൻസ് പ്രകാരം ഇത് എന്ത് രോഗമാണെന്ന് ഡയഗ്നോസ് ചെയ്യുവാനോ അതിനൊരു പ്രോപ്പർ ട്രീറ്റ്മെന്റ് തരുവാനോ ആമേൻ സ്തോത്രം ഈ ലോകത്തിൽ ഒരു ഡോക്ടർമാർക്കും കഴിഞ്ഞില്ല. और इस प्रकार मेडिकल साइंस के द्वारा ये बीमारी कौन सा है करके जांचने की एक बात डॉक्टरों के पास नहीं था, और इसका नाम, इस बीमारी का नाम भी क्या था करके वे नहीं बता पाते थे। കാരണം ഇങ്ങനെ രക്തം വരുവാനുള്ള ഒരു സോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു മുറിവുണ്ടായെങ്കിലേ ഒരു രക്തം വരുത്തുള്ളൂ. പക്ഷെ അങ്ങനത്തെ യാതൊരുവിധ മുറിവുകളാകട്ടെ പാടുകളാകട്ടെ ഒന്നും എന്റെ ശരീരത്തിലില്ല. പക്ഷെ ഈ രക്തം എങ്ങനെ വരുന്നു എന്ന് ആർക്കും അവൻ പറയാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഇരിക്കെ അവരെന്നെ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു വിട്ടു. और इस प्रकार शरीर में से लहू किस प्रकार बहता है करके कोई नहीं ढूंढ पा रहा था, क्योंकि मेरे शरीर में कोई चोट नहीं था या इस प्रकार कोई घाव नहीं था। और इस प्रकार घाव और चोट नहीं होने के बावजूद इस शरीर में से लहू कैसे बह रहा है करके वे ढूंढ नहीं पा रहे हैं, और इस कारण वे मुझे मेडिकल कॉलेज में रेफर किया। പക്ഷെ എന്റെ ആയുസ്സിനോ ആരോഗ്യത്തിനോ യാതൊരുവിധ ഉറപ്പും അവർ പറഞ്ഞില്ല. और मेरे आयु को या मेरे जिंदगी की कोई दृढ़ता वे दे नहीं पा रहे थे। ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുമ്പോൾ എന്റെ അച്ഛനും അമ്മയും പറഞ്ഞു, എന്റെ മാതാപിതാക്കൾ പറഞ്ഞു, ഒരു രാത്രിയിൽ നമ്മളെ ആത്മഹത്യയിൽ നിന്ന് വിടുവിച്ച ഒരു ദൈവമുണ്ട്, സകല ഭാരങ്ങളിൽ നിന്ന് വിടുവിച്ച ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന് എന്റെ കുഞ്ഞിന്റെ ഈ രോഗത്തിന് ഒരു സൗഖ്യം തരുവാൻ കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. उस विषय के बीच में जब हम गुजर रहे थे, तब मेरे माता और पिता ने इस प्रकार कहा कि एक रात को जब हम आत्महत्या करने के विचार में थे, तब उस अवस्था से हमें बचाया हुआ एक जिंदा परमेश्वर है। उस परमेश्वर में सामर्थ है कि हमारे बेटी को इस अवस्था में से, इस बीमार अवस्था में से छुटकारा दे सके। അവരെന്റെ കരം പിടിച്ച് റൂമിനകത്തേക്ക് കൊണ്ടുപോയി കതകടച്ച് ഒരു പായിട്ട് എന്നെ അവിടെ ഇരുത്തിയിട്ട് സ്വർഗത്തേക്ക് നോക്കി. और वे मुझे ले जाकर एक कमरे के अंदर बंद कर एक चटाई बिछाकर उसके अंदर हम तीनों मिलकर इस प्रकार स्वर्ग की ओर देखकर प्रार्थना शुरू किया।
ഹല്ലേലൂയ. എന്നിട്ട് ദൈവത്തോട് പറഞ്ഞു, അന്ന് നിങ്ങൾ ഓർക്കണം, ഞങ്ങൾക്ക് ഒരു പ്രാർത്ഥനയ്ക്ക് പോകുവാനോ വചനം എന്തെന്നോ ഒരു ബൈബിൾ കൂടി ഞങ്ങളുടെ കയ്യിലില്ല. വിശ്വാസത്തിൽ വന്ന അധിക ദിവസങ്ങളായില്ല, ഒന്നും ഞങ്ങൾക്കറിയില്ല. അന്ന് രാത്രിയിൽ ഞങ്ങൾ കേട്ട ആ ഒരു പാട്ടും പിന്നെ ഹല്ലേലൂയ സ്തോത്രം വചനത്തിൽ നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് നീങ്ങിപ്പോകാൻ പറഞ്ഞാൽ അങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് പറയുന്ന ഒരു വചനം മാത്രമേ ഞങ്ങൾക്കറിയത്തുള്ളൂ. और आप ध्यान देना चाहिए कि उन दिनों में जब हम विश्वास के में आए हुए शुरुआत के दिनों में हमारे पास इस प्रकार वचन की ज्यादा ज्ञान नहीं था और ना हमारे पास बाइबल था, मगर हम केवल उस परमेश्वर पर विश्वास करते थे। और जिन्होंने कहा कि अगर आपके अंदर इस राय के दाने के अनुसार अगर विश्वास है तो ये पहाड़ को हट जाने कहे तो हट जाएगा, उस प्रकार की छोटा सा ज्ञान केवल उन दिनों में हमारे मन के अंदर था। അക്ഷരാർത്ഥത്തിൽ കടുകുമണിയോളം അത്രയും പോലും വിശ്വാസമില്ല. പക്ഷേ ഉള്ള വിശ്വാസം വെച്ച്, ഉള്ള ഒരു ഹല്ലേലൂയ അല്പവിശ്വാസം വെച്ച് ആമേൻ സ്തോത്രം ദൈവത്തോട് പറഞ്ഞു, എന്റെ കുഞ്ഞിന് സൗഖ്യം കൊടുക്കണം, അവളെ മരിക്കുവാൻ നീ വിടരുത്. കണ്ണുനീരോടെ എന്റെ മാതാപിതാക്കൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്റെ ദൈവം കേട്ടു. അവർക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല, പക്ഷേ അവർ അവരുടെ ഹൃദയത്തിന്റെ വേദന ദൈവവുമായി പങ്കുവച്ചു. वास्तव रूप में उस राई के दाने के जितना भी विश्वास नहीं था, मगर प्रार्थना करने के लिए भी मेरे माता पिता नहीं जानते थे, मगर उनके अंदर जो दर्द था उस दर्द के द्वारा आंसू बहाकर उन्होंने परमेश्वर इस प्रकार प्रार्थना किया कि हे परमेश्वर, तूने हमें इस बेटी दिया है, इस बेटी को खोने के लिए तू अनुमति नहीं दे, इसे तो छुटकारा दे करके उन्होंने प्रार्थना किया। ഒരു ദൈവദാസനും എന്റെ ശിരസിൽ വന്ന് കൈവച്ചിട്ടല്ല, ഹല്ലേലൂയ ഒരു രോഗശാന്തി വരമുള്ള ആമേൻ സ്തോത്രം ഒരു പാസ്റ്റർമാര് ആമേൻ ഞങ്ങളുടെ വീട്ടിൽ കയറിയിട്ടല്ല. പക്ഷേ അന്ന് രാത്രി ഞങ്ങളുടെ ആ ഹല്ലേലൂയ സ്തോത്രം ഇത്തിരി വിശ്വാസത്തെ ദൈവം കണ്ടു. എന്റെ ദൈവം ഇറങ്ങി വന്നു. അന്ന് രാത്രി തന്നെ രോഗത്തെ എന്റെ ശരീരത്തിൽ നിന്ന് എന്റെ ദൈവം വേരോടെ പിഴുതു മാറ്റി. उस रात की प्रार्थना में कोई पासवान मेरे सिर पर हाथ रखने के कारण नहीं, या कोई सेवक हमारे घर पर हमारे मुलाकात करने के कारण नहीं, मगर हमारे प्रार्थना में और छोटी सी विश्वास के द्वारा जो हमारे प्रार्थना थी उसके फलस्वरूप उस रात को परमेश्वर की हमारे कंधे के हम देख पाए। രോഗത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ച ദൈവം, ഹല്ലേലൂയ മരണത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ച ദൈവം, ഒരു ജീവിതത്തിന് ഒരു പ്രതീക്ഷയും ഇല്ലാതിരിക്കെ ഹല്ലേലൂയ സകലതും ആമേൻ സ്തോത്രം പുതുതായി തന്ന് ഞങ്ങളെ വഴി നടത്തി കൊണ്ടുവരുന്ന ഈ ദൈവത്തെ ഞാൻ എങ്ങനെ പ്രസംഗിക്കാതിരിക്കും? ഹല്ലേലൂയ. इस प्रकार हमें इस बीमारी से छुटकारा दिया हुआ परमेश्वर, मृत्यु से हमें बचाया हुआ उस परमेश्वर, आशा रहित जिंदगी में हमें उस आशा से भरपूर करते हुए हमें नया जीवन दिया हुआ उस परमेश्वर के बारे में किस प्रकार मैं प्रचार किए बिके रहूंगी। ഇത് പറയുമ്പോൾ തന്നെ ഹല്ലേലൂയ സ്തോത്രം ആമേൻ നല്ല ഒരു രോഗസൗഖ്യം പ്രാപിച്ച എന്ന ഒരാൾ എന്ന നിലയ്ക്ക് ഹല്ലേലൂയ ഇത് പറയുമ്പോൾ തന്നെ നമ്മളെല്ലാം ഒത്തിരി മൈലുകൾക്ക് അപ്പുറവും ഇപ്പുറവും ഒക്കെ ഇരിക്കുന്നവരാണ്. ആരും നിങ്ങളുടെ അടുത്തില്ല. പക്ഷേ ഹല്ലേലൂയ സ്തോത്രം ചില രോഗസൗഖ്യങ്ങൾ നാളുകളായി രഹസ്യമായി കൊണ്ട് നടക്കുന്ന ചില രോഗങ്ങൾക്ക് എന്റെ യേശു ഇന്ന് ഇരിക്കുന്ന ഇടത്ത് ഇറങ്ങി ആമേൻ സ്തോത്രം ആ ഭാഗത്തിന്റെ ദൈവത്തിന്റെ കരം തൊട്ട് ചില സൗഖ്യങ്ങളെ എന്റെ ദൈവം പകരാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി എന്റെ ദൈവം ആ സൗഖ്യം പകരും. और ये जब मैं कहती जा रही हूँ, एक बीमारी से चंगाई प्राप्त किए हुए एक व्यक्ति के अनुसार के होने के नाते परमेश्वर पर भरोसा करते हुए मैं आपसे इस संदेश को पहुंचा रही हूँ। हम सब अनेक किलो माइल दूर बैठे हैं, पर हमारे जिंदगी में कोई भी बीमारी होने पर भी किसी नहीं और तकलीफ होने के बावजूद अगर छोटा सा विश्वास परमेश्वर पर अगर हम आज रात के समय करते हैं तो उस परमेश्वर हमारे बड़ा उसके अंदर से हमें छुड़ा सकता है। വിമർശന ബുദ്ധിയോടുകൂടി ഇരിക്കുന്നവർക്കല്ല, ഹല്ലേലൂയ സ്തോത്രം അവിശ്വാസമുള്ളവർക്ക് വേണ്ടിയിട്ടല്ല, ഹല്ലേലൂയ ഇതൊക്കെ നടക്കുമോ എന്നുള്ള ചോദ്യങ്ങൾ ദൈവത്തോട് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടൊന്നുമല്ല. വിശ്വസിച്ച് ചിലത് ഈ രാത്രിയിൽ ഏറ്റെടുക്കുവാൻ തയ്യാറായിരിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി അത്രേ എന്റെ ദൈവം ചില വിടുതലുകളെ ഇന്ന് രാത്രികാലം പകരുവാൻ പോകുന്നത്. प्रकार बहस करने वाले बात की
के साथ या भावना के साथ रहने वालों के लिए नहीं, या अविश्वास करने वाले उस भावना के साथ रहने वाले नहीं, या सवाल करके रहने वाले उन लोगों के लिए नहीं, मगर विश्वास करने वाले लोगों के जिंदगी में मेरे सामने परमेश्वर आज रात को क्रिया करने वाला है। ഈ ഡിവൈസിൽ ഹല്ലേലൂയ സ്തോത്രം ഷേബാശ്യാം എന്ന് പറയുന്ന ഒരു ഡിവൈസ്, ഹല്ലേലൂയ സ്തോത്രം, ആ സിസ്റ്ററിനോട് ദൈവത്തിന്റെ ആത്മാവ് വളരെ ശക്തമായി പ്രവചനം ഹല്ലേലൂയ സ്തോത്രം അറിയിക്കുകയാണ്. ആമേൻ സ്തോത്രം. നിന്റെ മുൻപാകെ ഹല്ലേലൂയ സ്തോത്രം ചില വാതിലുകൾ ഞാൻ തുറക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഓറക മശീരക സ്യാലകം ഥുര. ആമേൻ സ്തോത്രം. ഈ സിസ്റ്ററിന് മലയാളം അറിയാവുന്നതാണോ? ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ട്രാൻസ്ലേഷൻ ഇല്ലാതെ, കാരണം ഹല്ലേലൂയ സ്തോത്രം ദൂതാകുമ്പോൾ ആമേൻ സ്തോത്രം ഞാൻ അതിങ്ങനെ പറഞ്ഞു പോകുകയാണ്. അടകതരകശ്യാനകസ്യ, ഞാൻ നിന്റെ മുമ്പിൽ ചില വാതിലുകൾ തുറക്കും. അത്യാരകശ്യം തുറാറികൾക്കസ്യാല, അതിനെ ആർക്കും അടച്ചുകൂടാ. പ്രൈസ് ലോർഡ്. ഈ ദിവസങ്ങളിൽ നിന്റെ മുൻപിൽ ചില നന്മകളൊക്കെ അടഞ്ഞു പോയിരിക്കുന്നതായി നിനക്ക് തോന്നുന്നുണ്ട്. പക്ഷെ കേൾക്ക, ദൈവം അല്പസമയത്തേക്ക് അത് അടച്ചു വെക്കുന്നതാണ്. നീ പ്രതീക്ഷിച്ചതിലും നീ നനച്ചതിലും ദൈവം ഇങ്ങനെ പറയുന്നു. ഹല്ലേലൂയ സ്തോത്രം. 7 വാതിലുകൾ നിന്റെ മുമ്പിൽ ഒരുപോലെ അടഞ്ഞു പോയെന്ന് തോന്നിയാലും 8ാമതായി തുറക്കുന്ന വാതിൽ കഴിഞ്ഞ അടഞ്ഞു പോയ 7 വാതിലിനേക്കാൾ അത് ശ്രേഷ്ഠകരമായ വാതിലാണ്. അത് വിശ്വസിക്കുന്നു. അടകതരം തുറ. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥന കൂട്ടിക്കോ. ഈ ദിവസങ്ങളിൽ ദൈവവുമായുള്ള ബന്ധം വേർതിരിഞ്ഞിരുന്നുള്ള പ്രാർത്ഥന കൂട്ടിക്കോ. ഉടമറ ധീകന വൈഡം ധീകര റീഖന. ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി പ്രവചിക്കുകയാണ്. ഈ അന്ത്യ കാലഘട്ടത്തേക്കു വേണ്ടി ഒരു സാക്ഷ്യത്തിനായി ഞാൻ നിന്റെ കുടുംബത്തെ കണ്ടിരിക്കുന്നു. ചില സാക്ഷ്യങ്ങൾ എനിക്ക് നിനക്ക് നൽകണം. അതിനുവേണ്ടി ചില പ്രോസസ്സിൽ കൂടെ ഞാൻ നിന്നെ കടത്തിക്കൊണ്ടു പോകുകയാണ്. ആ വേദനയിൽ നീ വീഴുവാനല്ല. ആമേൻ സ്തോത്രം. വീണു എന്ന് തോന്നിയാലും നീ നിലം പരിചാകയില്ല. നിന്റെ ചുറ്റും പാളയം ഇറങ്ങി വിടുവിക്കത്തക്ക രീതിയിൽ ആമേൻ എന്റെ ദൂതന്മാരെ ഈ ദിവസങ്ങളിൽ നിന്റെ കുടുംബത്തിനകത്തളത്ത് ഞാൻ ഇറക്കി നിന്നെ ഒരു സാക്ഷ്യമാക്കി മാറ്റുമെന്ന് ദൈവത്തിന്റെ ആത്മാവധി ശക്തിയോട് ആലോചന പറയുക. ആമേൻ സ്തോത്രം. പ്രാർത്ഥിച്ചു മടുത്തു പോകരുത്. ആ വിഷയം ദൈവം അങ്ങനെ തന്നെ പറയുന്നു. ആ വിഷയത്തെ വെച്ച് നീ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. തക്ക സമയത്ത് ഞാൻ എന്റെ മഹത്വം വെളിപ്പെടുത്തും. ആ വിഷയത്തിന് നടുവിൽ വെളിപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും പ്രാർത്ഥിക്കുക. ഒരു നിമിഷം പ്രാർത്ഥിക്കുക. ഉടബറ ധീകന റീഖന ഓ റവശാരകസ്യാലകം തുറ റീഖന. വാതിലുകളെ ദൈവം തുറക്കും. പക്ഷെ എന്തൊക്കെ വന്നാലും ശരി, എന്റെ ദൈവത്തിനു വേണ്ടി നിൽക്കണം. द्वार परमेश्वर खोलने वाला है, मगर कुछ भी बात आने पर भी हम परमेश्वर के लिए खड़ा रहना है. ഞാൻ എപ്പോഴും പറയാറുള്ളതാ, ആമേൻ സ്തോത്രം, ഷോ കാണിക്കാനുള്ളതല്ല ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത്. अक्सर कहते हूँ कि दिखावा करने के लिए मसीह जिंदगी नहीं है. പാസ്റ്റർ എന്ത് വിചാരിക്കുമെന്ന് ഹല്ലേലൂയ അങ്ങനെയുള്ള തോന്നൽ കൊണ്ടല്ല നമ്മൾ ഈ മീറ്റിംഗിന് വേണ്ടി വരുന്നത്. പ്രൈസ് ദി ലോർഡ്. आसमान क्या सोचेगा करके उस प्रकार की मन भावना या विचार के साथ हम इस प्रकार की सभाओं में नहीं जुड़ना चाहिए. എന്റെ ദൈവമക്കളെ ഇതുവരെ കൊണ്ടു നടന്ന, ഇതുവരെ വഹിച്ചു കൊണ്ടുവന്ന ഇത്ര നല്ലവനായ ഒരു ദൈവത്തെ എങ്ങനെ സ്തുതിക്കാതിരിക്കാൻ പറ്റും? मेरे प्रियजनों, अब तक ले चलाया हुआ उस परमेश्वर, अब तक ले आया हुआ उस परमेश्वर, हमारे लिए इतना अचंभित बातों को किया हुआ उस परमेश्वर को हम किस प्रकार स्तुति किए बगैर रह सकते हैं? പാസ്റ്റർ സുരേഷ്, ആമേൻ സ്തോത്രം. ഈ മീറ്റിങ്ങുകളൊന്നും വ്യർത്ഥമല്ല കേട്ടോ. ഇനിയും ദൈവം അങ്ങനെ തന്നെ പറയുന്നു. ഇനിയും കെട്ടപ്പെട്ട് കിടക്കുന്ന ചില കഴുതുകളെ അഴിച്ചുകൊണ്ട് വരുന്ന പോലത്തെ ഒരു ശുശ്രൂഷ ഞാൻ നിന്റെ പേർ ഭരമേൽപ്പിച്ചിരിക്കുന്നു.
കെട്ടപ്പെട്ട് കിടക്കുന്ന ചില ജീവിതങ്ങൾ ഇനിയും നീ പാർക്കുന്ന ദേശത്തുണ്ട്, ഇനിയും നീ പാർക്കുന്ന ദേശത്തുണ്ട്. ഒരു പക്ഷേ അവരുടെ അടുത്തേക്ക് ചെല്ലുവാനോ അവൻ ഈ ക്രിസ്തുവിനെ പറ്റി അവരോട് ഒരു വാക്ക് പറയുവാനോ, ഹല്ലേലൂയ, അവരുടെ ഭവനത്തിനകത്ത് കയറി ഒരു പ്രാർത്ഥന വെക്കുവാനോ ഉള്ള ഒരു സാഹചര്യമോ ഇപ്പോഴില്ലെങ്കിലും നീ ഇരിക്കുന്ന ഇടത്തു നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രവൃത്തി അവിടെ നടക്കും, പ്രവൃത്തി അവിടെ നടക്കും. അതാ ദൈവത്തിന്റെ പ്രവൃത്തി. മനസ്സിലാകുന്നുണ്ടല്ലോ? ഓരശന്തരം നീ ഇരിക്കുന്ന ഇടത്ത് ഊടരശന്തരം ഭവനത്തിന് ഉള്ളിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ആമേൻ സ്തോത്രം, ചില പേര് പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ പ്രവൃത്തി അവിടെ നടക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഉറപ്പ് പറയുക. ചില പ്രാർത്ഥന ചോദിച്ചു വരത്തക്ക രീതിയിൽ, ചിലർ ആശ്വാസം ചോദിച്ചു വരത്തക്ക രീതിയിലുള്ള ചില പ്രവർത്തികളെ ഈ സഭയുമായി ബന്ധപ്പെട്ട് ഞാൻ ചെയ്തെടുക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് അത് ശക്തിയോട് കൂടി ആലോചന പറയുകയാ. ഓ രമശന്തരാറികൾക്കന ഹന്നയുടെ കാര്യം പറഞ്ഞപ്പോൾ അപ്പോഴേ ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചതാണ്. ഹല്ലേലൂയ, സ്തോത്രം. അക്ഷരാർത്ഥത്തിൽ തന്നെ ഗർഭപാത്രം അടഞ്ഞിരിക്കുന്ന ചിലർക്കു വേണ്ടി ഉടമര പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് തലമുറകൾ ഉണ്ടായി അതൊരു സാക്ഷ്യമായി മാറി. അങ്ങനെ ഈ ദൈവത്തെ കൂടുതൽ വിശ്വസിക്കത്തക്ക രീതിയിലുള്ള ഒരു ശുശ്രൂഷ ഈ ദിവസങ്ങളിൽ ദൈവം പകരും. ആമേൻ സ്തോത്രം. അങ്ങനെയുള്ള ഒരു ശുശ്രൂഷക്ക് ഈ ദിവസങ്ങളിൽ ദൈവദാസൻ ദൈവജനം ഒരുങ്ങട്ടെ, ഒരുമിച്ച് നിൽക്കണം, ഐക്യതയോടുകൂടി നിൽക്കണം. ആമേൻ മറുതലിക്കാതെ യാതൊരുവിധ ഹല്ലേലൂയ പെറുപ്പെറുപ്പുമില്ലാതെ ഈ വചനത്തിനു വേണ്ടി ഈ തലമുറയിൽ നിൽക്കണം. ദൈവം ഈ സഭയ്ക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്തെടുക്കുമെന്ന് ദൈവത്തിന്റെ ആലോചന പറയുന്നു. ഓ രമശന്തരാറികൾക്കസ്യാലകം തുര വൈഡം തിരികൾ ഒരു വ്യക്തിക്കും കൂടെ ഞാൻ പറഞ്ഞ ഈ സെഷൻ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ആമേൻ സ്തോത്രം. സിസ്റ്റർ സുനില റെജി, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. മലയാളിയാണോ? ആമേൻ. ഇരുളടഞ്ഞ അനേകം മേഖലകളിൽ കൂടെ നീ കടന്നുപോയിട്ടുണ്ട്. ഇരുട്ടിന്റെ നടുവ്, കുറ്റാക്കൂരിരുട്ടെന്നൊക്കെ പറയത്തില്ലേ, അതിന്റെ നടുക്കുകൂടെ പോകേണ്ട ഒരുപാട് സാഹചര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട്. ഉടമര തീക്കര റീക്കര വൈഡം തിരികെ എത്രയോ വെട്ട മരണം അടുത്തുകൂടെ കടന്നുപോയി. പക്ഷേ കുഞ്ഞാടിന്റെ രക്തമുണ്ടായതുകൊണ്ട് സംഹാരദൂതൻ തൊട്ടില്ല കേട്ടോ. കുഞ്ഞാടിന്റെ രക്തമുണ്ടായതുകൊണ്ട് സംഹാരദൂതൻ തൊട്ടില്ല ശരീരത്തെ. ആമേൻ സ്തോത്രം. രക്തം കൊണ്ട് മുദ്ര വെച്ച് പ്രാർത്ഥിക്കുകയാണ്. തളർത്തിക്കളയാൻ നോക്കുന്ന, ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുത്തുവാൻ നോക്കുന്ന ആമേൻ ചില വാക്തത്വങ്ങള് നിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് ശേഷിപ്പിക്കുന്നത് കൊണ്ട് അത് നിവർത്തീകരിക്കുന്നതിന് മുൻപേ ഓരോ ശക്തിക്കും നിന്നെ തൊടാൻ പറ്റത്തില്ലെന്നുള്ള ഒരു ഉറപ്പ് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചോ. സകല മരണഭയങ്ങൾ, ഭീതികൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. യേശുവിന്റെ നാമത്തില് വിടുതലിപ്പോൾ നടക്കണമപ്പോ, വിടുതലിപ്പോൾ നടക്കണോ, വിടുതലിപ്പോൾ നടക്കണം. അങ്ങയുടെ മകളാണ്, അങ്ങയുടെ മകളാണ്. അങ്ങ് ഇറങ്ങണം, അങ്ങ് ഇറങ്ങണം എന്നത് അങ്ങ് ഇറങ്ങണം. ഓരോ വർഷംതരാറികൾക്കസ്യാലകത്തുര പ്രാർത്ഥിക്കുവാൻ ആഗ്രഹമുണ്ടായിട്ടും വേണ്ട പോലെ അങ്ങയുടെ മുഖത്തേക്ക് നോക്കാൻ, അങ്ങയുമായി അടുക്കുവാനുള്ള ഹല്ലേലൂയ സ്തോത്രം ആ ഒരു ആമേൻ സ്തോത്ര സാഹചര്യമില്ലാതെ, അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിട്ടും അതിന്റെ തീഷ്ണതയോട് കൂടി പുറത്തെടുക്കാൻ വയ്യാതെ ഹല്ലേലൂയ ചില സ്ട്രെസ്സിൽ കൂടെ, ചില സഫറിങ്സിൽ കൂടെ കടന്നു പോകുന്ന സാഹചര്യത്തെ ഇന്ന് രാത്രി കണ്ട് ഉടമര ധീക്കര തന്നിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തില് ചില ഇരുട്ടിന്റെ ശക്തികളിൽ നിന്ന് ഉടമര വേർതിരിച്ചിരിക്കുന്നതിനായ, നീ കവർ ചെയ്തിരിക്കുന്നതിനാൽ സ്തോത്രം പറഞ്ഞു പ്രാർത്ഥിക്കുകയാണ്. വിടുതൽ നടന്നതിനായി സ്തോത്ര. വരും ദിവസങ്ങളിൽ അത് ശക്തിയോട് കൂടിയുള്ള പ്രാർത്ഥന ഉടമരധികൻ അതിനു വേണ്ടി തയ്യാറാകുവാൻ തക്കവണ്ണം വചനം വായിച്ച് ചില മാർമിക സത്യങ്ങളെ വെളിപ്പെടുത്തക്ക രീതിയിൽ, ചില ദൈവിക ശബ്ദങ്ങൾ കേൾക്കത്തക്ക രീതിയിൽ ഈ ദിവസങ്ങളിൽ ഒരുങ്ങണം. അതിനുവേണ്ടി ആത്മികമായി ഒരു ഒരുക്കം വേണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ബുദ്ധി ഉപദേശിക്കുന്നു. ദൈവം ചില വിടുതലുകൾ കൂടി നിന്റെ കണ്ണിന് മുൻപിൽ കാണിക്കും കേട്ടോ. നിശ്ചയമായും കാണിക്കും, നിശ്ചയമായും കാണിക്കും. ഈ സഭയെ അനുഗ്രഹിച്ച് ഈ തലമുറയിൽ അഭിഷേകത്തിന് വേണ്ടി നിൽക്കുവാൻ, ആമേൻ സ്തോത്രം, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒന്നും സമ്പാദിച്ചില്ലെങ്കിലോ ആമേൻ സ്തോത്രം യേശുവിന്റെ അഭിഷേകം തലമുറകൾക്ക് പകർന്നു കൊടുക്കുവാൻ പ്രാപ്തരായ ഒരു തലമുറയെ, ദൈവത്തിന്റെ പ്രവർത്തിക്കായി കൊതിക്കുന്ന ഒരു തലമുറ ഈ സഭയുടെ നടുവിൽ നിന്ന് ദൈവം എഴുന്നേൽപ്പിക്കണമെന്ന് ആമേൻ
ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അപ്പ, ആഗ്രഹിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ വചനം ആമേൻ പറയുവാൻ, സാക്ഷ്യം പറയുവാൻ, ദൈവത്തിന്റെ ആലോചന അറിയിക്കുവാൻ ദൈവം ഒരുക്കി തന്ന എല്ലാ സന്ദർഭങ്ങൾക്കായി സ്തോത്രം. ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന പാസ്റ്ററിനോടുള്ള നന്ദി അറിയിക്കുന്നു. ഓർക്ക് ദൈവം തുറന്ന വാതിൽ അടയ്ക്കുവാൻ ആർക്കും കഴിയും. വചനം നിങ്ങൾ മറന്നു പോകരുത്. ഈ വചനം ഉരുവിട്ട് പ്രാർത്ഥിക്കണം. ദൈവം തുറന്ന വാതിൽ അടയ്ക്കാൻ ആർക്കും കഴിയത്തില്ല. ദൈവം തുറന്ന വഴിയെ മറച്ചു പിടയ്ക്കുവാൻ ആർക്കും കഴിയത്തില്ല. ഈ തലമുറയിൽ ദൈവത്തിനു വേണ്ടി നിൽക്കുക. ദൈവം സഭയ്ക്കു വേണ്ടി, ദൈവദാസനു വേണ്ടി, കുടുംബത്തിനു വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യും. പ്രത്യേകിച്ച് ട്രാൻസ്ലേഷൻ എന്നെ സഹായിച്ച ബ്രദർ എബ്രഹാം സാമുവലിനോടുള്ള നന്ദിയെ ഞാൻ അറിയിക്കുന്നു. ദൈവം പിന്നെ ശക്തിയോടുകൂടി ദൈവദാസനും എടുത്ത് ഉപയോഗിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ.